ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് 10 ലക്ഷത്തോളം സന്യാസിമാരുള്ള രാജ്യത്തെ പ്രബല സന്യാസി സമൂഹമായ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വറായി അഭിഷിക്തനായ മലയാളിയാണ് തൃശൂർ സ്വദേശി സ്വാമി ആനന്ദവനം ഭാരതി. ധർമ്മപ്രചാരണത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമായി വേണ്ടിവന്നാൽ ആയുധമെടുത്ത് പോരാടാൻ കൂടി തയ്യാറുള്ളവരാണ് ആയുധ പരിശീലനം നേടിയിട്ടുള്ള ജുന അഖാഡകൾ. ഈ സന്യാസിമാരുടെ മഹാരാജാവാണ് മഹാമണ്ഡലേശ്വർ എന്ന് പറയാം. തൃശൂരിൽ ഇടതു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പോരാട്ട വീര്യമുള്ള നേതാവായിരുന്നു പൂർവാശ്രമത്തിലെ സലിൽ എന്ന സ്വാമി ആനന്ദവനം. അക്കാലത്തെ സമര സംഘർഷങ്ങളെ തുടർന്ന് 8ഓളം ജാമ്യമില്ലാ കേസുകൾ വന്നത് അദ്ദേഹത്തിന്റെ ജീവിതഗതി തിരിച്ചുവിട്ടു. പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന സ്വാമി മറയേതുമില്ലാതെ ജീവിതകഥയും നിലപാടുകളും തുറന്നു പറയുന്നു കലാകൗമുദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. നമസ്കാരം. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും സ്മരിച്ചുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത്. അപ്പം അങ്ങയുടെ മാതാപിതാക്കൾ വീട് ഒക്കെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതൊരു പശ്ചാത്തലമാണ്. പൊതുവിൽ നമ്മുടെ പൂർവാശ്രമം അത്ര പ്രസക്തമായ ഒരു കാര്യമല്ല സന്യാസ ജീവിതത്തിൽ. ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി എന്ന് പറയുന്നതാണ് ജന്മസ്ഥലം. ഒരു അമ്മ ഇപ്പോഴും ഉണ്ട്, ടീച്ചർ, ആനന്ദവല്ലി എന്നാണ് പേര്. ഒരു ടീച്ചറായിരുന്നു. അച്ഛൻ നേരത്തെ തന്നെ ശരീരം വിട്ടു. സേതുമാധവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സ്വാമി മാത്രമേ അല്ല, ഒരു സഹോദരി കൂടിയുണ്ട്. സ്വാമിയെ കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അറിയാവുന്നത് അഖാഡയുടെ മഹാമണ്ഡലേശ്വറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തകളിലൂടെയാണ് തിരിച്ചറിയുന്നത്. അതിൽ തന്നെ കേരളത്തിലുള്ളവർക്ക് സന്യാസി സമൂഹത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ ശിവഗിരിയിലെ സന്യാസി സമൂഹം, അമൃതാനന്ദമയി ദേവിയുടേത്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം, അങ്ങനെ പല ആശ്രമങ്ങളെ സന്യാസി സമൂഹത്തെക്കുറിച്ചാണ് മലയാളികൾക്ക് പൊതുവെ അറിയാവുന്നത്. പിന്നെ വലിയ ശങ്കരാചാര്യരെ കുറിച്ച് ആദരപൂർവ്വം ഓർക്കുന്നുണ്ട്. ഈ അഖാഡ എന്ന് പറയുന്ന സന്യാസി സമൂഹത്തെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഭാരതത്തിലെ സന്യാസി പാരമ്പര്യത്തിന് 2 മാർഗങ്ങൾ, 2 വഴികളാണുള്ളത്. ഒന്ന് മഠങ്ങളിലൂടെയുള്ളത്, മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളത്. മഠങ്ങളിലുള്ള സന്യാസിമാർ ശാസ്ത്രധാരികളാണ്. ഒരു ശാസ്ത്രമാണ് അവർ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ജ്ഞാനപന്ഥികളാണ്. അഖാഡകളിലെ സന്യാസിമാർ സാധനപന്ഥികളാണ്. സാധനയാണ് അവരുടെ മാർഗം. അവർ ശസ്ത്രധാരികളാണ്, ആയുധധാരികളാണ്. അപ്പോൾ ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ പ്രചരണത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച സന്യാസിമാരാണ് അഖാഡകളിലെ സന്യാസിമാർ. വേണ്ടി വന്നാൽ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കൂടി തയ്യാറായിട്ടുള്ള സന്യാസിമാരാണ്. സന്യാസിമാരൊരു സമൂഹമാണ്, ഒരു മഠം എന്നുള്ള നിലയിലല്ല, ഒരു സമൂഹമാണ്. അപ്പോൾ അവരെല്ലാവരും സ്വന്തമായിട്ടുള്ള ആശ്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടാവും. പക്ഷെ അഖാഡ എന്നുള്ള നിലയിൽ ഒരുമിച്ച് ഒരു സമൂഹമായിട്ട് നിൽക്കുകയും ചെയ്യും. ഞാൻ ഉൾക്കുന്ന അഖാഡയിൽ 10 ലക്ഷം സന്യാസിമാരാണല്ലോ. ഈ സന്യാസിമാരേറെയും ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലായി വരുന്നതാണ് ഈ ജുന അഖാഡ എന്ന് പറയുന്നത്? ഇപ്പോൾ ഉത്തരഭാരതത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഉത്തരഭാരതത്തിൽ മഹാരാഷ്ട്ര തൊട്ട് ഏകദേശം എല്ലാ ഗ്രാമങ്ങളിലും അഖാഡയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നും ഏകദേശം 100-100ഓളം സന്യാസിമാർ മലയാളികളായിട്ടുള്ളവർ ഇപ്പോൾ അഖാഡകളിലുണ്ട്. സ്വാമിയുടെ ആസ്ഥാനമായി വരുന്നത് ഏത് പ്രദേശമാണ്? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? അഖാഡയുടെ ആസ്ഥാനം വാരാണസിയാണ്. ഞാൻ ഇപ്പോൾ കേരളം കേന്ദ്രമാക്കിയിട്ട്, ശങ്കര ജന്മഭൂമിയിൽ കേരളം കേന്ദ്രമാക്കിയിട്ട് ദക്ഷിണ ഭാരതത്തിലാകെ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് നമ്മൾ അഖാഡയും ആലോചിച്ചിട്ടുള്ളത്, നമ്മളും ആലോചിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര അവധൂത ആശ്രമമാണ്. അവധൂത ആശ്രമം ഏറ്റവും ആദ്യകാലത്ത് കേരളത്തിൽ നിന്ന് അഖാഡയുമായി ബന്ധപ്പെടുന്ന ആശ്രമമാണ്. അഖാഡയിലെ സന്യാസിയാണ് ആത്മാനന്ദ ഭാരതി എന്ന് പറയുന്ന സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സന്യാസ പരമ്പര തുടക്കമിട്ടത്. അഖാഡയിലെ അന്നത്തെ മഹാമണ്ഡലേശ്വരി 100 വർഷത്തിനോളം മുമ്പാണ് മഹാമണ്ഡലേശ്വരി വന്നിട്ടാണ് ആശ്രമ വ്യവസ്ഥ ചെയ്തത്. ആ പരമ്പരയിൽ തന്നെയാണ് നമ്മുടെയും ദീക്ഷ. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ. ഇതിൽ ആദിശങ്കരാചാര്യരുമായിട്ട് ഈ അഖാഡകൾക്കുള്ള ബന്ധം എങ്ങനെയാണ് വരുന്നത്? 13 അഖാഡകളാണ് ഭാരതത്തിൽ ഉള്ളത്. 13 അഖാഡകളിൽ 7 അഖാഡകൾ സന്യാസി അഖാഡകൾ, 3 അഖാഡകൾ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള വൈരാഗി അഖാഡകൾ, 3 അഖാഡകൾ സിഖ് ട്രഡീഷനുമായി ചേർന്ന ഉദാസീൻ അഖാഡകൾ. അതിൽ ഈ സന്യാസി അഖാഡകളെല്ലാം ശങ്കരാചാര്യ ദശനാമി പാരമ്പര്യത്തിലുള്ള സന്യാസിമാരാണ്. ദശനാമി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ടൈറ്റിലായിട്ട് ഗിരി, പുരി, തീർത്ഥ, ഭാരതി അങ്ങനെയുള്ള പേരുകൾ വരും. 10 പേരുകൾ വരും. അങ്ങേക്ക് ആനന്ദഭാരതി ഭാരതി എന്നുള്ള ടൈറ്റിലാണ് ആനന്ദവനം എന്നുള്ളത് നമ്മുടെ ദീക്ഷാനാമമാണ്. ചിദാനന്ദപുരി എന്ന് പറയുന്ന പോലെ അതൊക്കെ ദശനാമിയാണ്. ഇപ്പൊ അമൃതാനന്ദമയി മഠം ആണെങ്കിൽ രാമകൃഷ്ണ മഠത്തിൽ നിന്നാണ്, അവിടുത്തെ രാമകൃഷ്ണ മഠത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസിയിൽ നിന്നാണ് സന്യാസം. അതുകൊണ്ട് പുരിയാണ്. രാമകൃഷ്ണ മഠത്തിലും പുരിയാണ്. പല ഇതിലും ഗിരി വരും, തീർത്ഥ വരും, ഭാരതി വരും, ആരണ്യ വരും, അങ്ങനെ 10 ടൈറ്റിലുകൾ വരും.
അപ്പോൾ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ ചുമതല, എന്തൊക്കെ ചെയ്യാനാണ്? അഖാഡകളെ സംബന്ധിച്ചിടത്തോളം മഹാമണ്ഡലേശ്വർ എന്നുള്ളത് പാരമ്പര്യം കൊണ്ട്, അല്ലെങ്കിൽ വിദ്വത കൊണ്ട്, അതല്ലെങ്കിൽ നേതൃഗുണം കൊണ്ട് അഖാഡയെ നയിക്കുക എന്നുള്ളതാണ്. ഉപദേശം നൽകി അഖാഡയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയൊക്കെ അഖാഡയെ നയിക്കുക എന്നുള്ളതാണ്. സന്യാസിമാരുടെ മഹാരാജാവാണ് മഹാമണ്ഡലേശ്വർ. അപ്പോൾ അതാണ് മഹാമണ്ഡലേശ്വരന്മാരുടെ ധർമ്മം. ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടേതായിട്ട് 4 പീഠങ്ങൾ ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലായിട്ടുണ്ട്. അതും ഇപ്പൊ പറഞ്ഞ അഗാഢ സമൂഹമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഞാൻ പറഞ്ഞില്ലേ, 2 ധാരകളായിട്ടാണ് സന്യാസം. ഒന്ന് മഠങ്ങളിലൂടെയുള്ളത്, അതാണ് 4 മഠങ്ങൾ. മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളത്. നമ്മൾ ശങ്കരാചാര്യ ഗദ്ദികളെ മാനിക്കുന്നുണ്ട്, ശങ്കരാചാര്യ ഗദ്ദികളെ നമ്മൾ മഠങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാനിക്കുന്നുണ്ട്. നമുക്ക് സ്വതന്ത്രമായ ഒരു സഞ്ചാരം. അതെ, അഖാഡയുടെ ആചാര്യൻ ആചാര്യ മഹാമണ്ഡലേശ്വരാണ്. ആചാര്യ മഹാമണ്ഡലേശ്വർ കീഴിൽ മഹാമണ്ഡലേശ്വർമാര് അഖാഡയെ നയിക്കും. അതിന് കീഴെ മണ്ഡലേശ്വർമാരും ഉണ്ടാവും. അഖാഡയുടെ സംവിധാനം, അഖാഡയുടെ അധ്യക്ഷൻ സഭാപതിയാണ്. സഭാപതിക്ക് കീഴിൽ രമതാ പഞ്ച് എന്ന് പറയുന്ന അഖാഡയുടെ പദാധികാരികളുടെ ഭരണസമിതി ഉണ്ടാവും. ധർമ്മ സംസ്ഥാപനാർത്ഥം ആയുധം എടുത്ത് പോരാടുന്ന സന്യാസി സംഘം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയുധം എടുത്ത് പോരാടിയ സമീപകാല സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഏറ്റവും അവസാനം എന്ന് പറയുന്നത് രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം. അത് നേരത്തെ പറഞ്ഞ വൈരാഗ്യ അഖാഡകളാണ്. എല്ലാ അഖാഡകളും ഉണ്ട്. നേതൃത്വം നൽകുന്നത് ഒരു വൈഷ്ണവ കേന്ദ്രമായതുകൊണ്ട് നിർമോഹി അഖാഡ വൈഷ്ണവിയിലെ അവിടുത്തെ മഹന്തായിരുന്നു ഒരുപാട് കാലം. അദ്ദേഹം അടുത്താണ് ശരീരശാന്തായത്. അദ്ദേഹമായിരുന്നു അവിടുത്തെ മഹന്ത്. അതാണ് ഏറ്റവും അവസാനം അതിന്റെ ഒരു കാര്യത്തിൽ അഖാഡ നേരിട്ട് ഇടപെട്ട ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അയോധ്യ പള്ളി പൊളിച്ചത് ധർമ്മ സംസ്ഥാപനാർത്ഥമാണെന്നാണ് സ്വാമി പറയുന്നത്. അയോധ്യ പള്ളി ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു അധിനിവേശ മന്ദിരമായിരുന്നു. അവിടുത്തെ ക്ഷേത്രം തകർത്ത് കളഞ്ഞ് അവിടുത്തെ അധിനിവേശ ശക്തികൾ ഹിന്ദുധർമ്മത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം പണിതു. അതിന് ആ രാമജന്മഭൂമി ഈ ധർമ്മം തിരിച്ചു പിടിച്ചു. അല്ല, ഒരു തർക്ക മന്ദിരം എന്നുള്ള നിലയിലല്ലേ അത് കണ്ടോട്ട്? തർക്കമേ ഇല്ല, അത് രാമജന്മഭൂമിയാണ്. ശരി. അപ്പൊ ഇത്തരത്തിൽ ഈ ധർമ്മ സംസ്ഥാനാർത്ഥം മുൻപ് എന്തെങ്കിലും ഇത്തരത്തിൽ തിരിച്ചു പിടിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ട്? അതായത് തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല, ഏറ്റവും നമ്മുടെ സമീപ കാലചരിത്രത്തിൽ തന്നെ പഴയ കാലത്ത് അസുരന്മാരിൽ നിന്ന്, രാക്ഷസന്മാരിൽ നിന്ന്, മറ്റ് കൊള്ളക്കാരിൽ നിന്ന് ഒക്കെയുള്ള ധാർമ്മിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖാഡ ഉത്തരകാശിയിലാണ് അഖാഡയിലെ സന്യാസിമാർക്ക് ശങ്കരാചാര്യ സ്വാമികൾ ദീക്ഷ കൊടുക്കുന്നത്. അതിനുശേഷം അഖാഡയുടെ മുഖ്യ കേന്ദ്രം ജുനാഗഡിൽ, ദത്താത്രേയനാണ് ഞങ്ങളുടെ ദേവത. ആ ദേവതയുടെ ഗുരു ചരണപാതുകമായിട്ടുള്ള ജുനാഗഡിലെ ഗിർനാറിലെ ജുനാഗഡായിരുന്നു ഞങ്ങളുടെ ആസ്ഥാനം. അവിടെ നിന്ന് ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ, ഇപ്പോൾ കാശി രാജാവ് വിദ്വാനായിട്ടുള്ള രാജാവാണ്, സൈന്യവും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കാശി ആക്രമിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കൃതിയിലേ ഇല്ലാത്ത കാര്യമാണ്. കാശി രാജാവ് അന്ന് ജുനാഗഡിൽ വന്ന് വിശ്വനാഥന്റെ സൈന്യം എന്നുള്ള നിലയ്ക്ക് അഖാഡയെ വിളിച്ച് കാശിയിൽ ആസ്ഥാനം തന്ന് അവിടെ കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഔറംഗസീബുമായിട്ടുള്ള അന്നത്തെ യുദ്ധത്തിൽ, കാശിയിൽ മധുരയിൽ ഒക്കെ നടന്ന യുദ്ധത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം സാധുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരായിട്ട് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം സന്യാസിമാർ, അഖാഡകളുടെ സന്യാസിമാർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമാണ്. സന്യാസി മ്യൂട്ടിനി എന്നാണ് പറയുക. ബംഗാളിലാണ് നടന്നത്. അത് ആനന്ദമഠം നോവൽ അതിനെ അധികരിച്ച് വരുന്നതാണ്. ആ സന്യാസി കലാപത്തെ അധികരിച്ച് വരുന്നത് ബ്രിട്ടീഷുകാർ. പിന്നെ ഗുരുശിഖർ എന്ന് പറയുന്ന മൗണ്ട് അബുവിൽ എല്ലാവരും ഗുരുസ്ഥാനമായിട്ട് മാനിക്കുന്നതാണ്. അവിടെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധം നടന്നിട്ടുണ്ട്. പിന്നീട് ഒരു കുംഭമേളയിൽ ബ്രിട്ടീഷുകാർ കുളിക്കുന്നതിന് 1 രൂപ നികുതി ചുമത്തി, അന്നത്തെ കാലത്ത് 1 രൂപ. അപ്പോഴും അങ്ങനെയൊക്കെ അത് നിരന്തരമായിട്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബ്രിട്ടീഷുകാരുമായിട്ട് പല പല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സന്യാസിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവസാനം ചൈന വാറിൽ അവിടുത്തെ ഭൂപ്രകൃതിയിലും മറ്റുമൊക്കെ ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിൽ സാധന ചെയ്യുന്ന അഖാഡകളുടെ സന്യാസിമാർ ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഓർന്നു കഴിഞ്ഞാൽ സ്വാമി ഏത് കാലയളവിലാണ് സന്യാസ ദീക്ഷയിലേക്ക് സ്വീകരിക്കുന്നതും പിന്നീടുള്ള? അഖാഡകളുടെ ദീക്ഷാ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു വലിയ നിരന്തരമായിട്ടൊരു പ്രോസസ്സാണ്. ഏകദേശം 12 വർഷത്തോളം എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ കുംഭമേള തൊട്ട് ഈ കുംഭമേള വരെ, പ്രയാഗ് കുംഭമേള വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ എവിടെ വെച്ചാണ് സ്വീകരിക്കുന്നത് ആദ്യമായിട്ട്? അല്ല, അതിൻ്റെ ദീക്ഷ എന്ന് പറയുന്നത് കുംഭമേളയിലാണ്. അപ്പോൾ കുംഭമേളയിൽ പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവധൂതാശ്രമത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്. അവധൂതാശ്രമത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. ഈ കുംഭമേള എത്ര തവണ ദർശിക്കാൻ? ഞാൻ 2001 തൊട്ടുള്ള എല്ലാ കുംഭമേളകളിലും ഉണ്ട്. ഈ 2001 അങ്ങനെ എന്തായിരുന്നു ഒരു പശ്ചാത്തലം, എന്തായിരുന്നു അവിടോട്ട് പോകാൻ? 2001 ഇതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ടുമല്ല പോകുന്നത്. ഞാൻ അന്ന് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അന്ന് സമരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുകയും ആ സമയത്ത് ആ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്
കുറേ അധികം കേസുകൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസുകൾ ഉണ്ടായി. ആ കേസുകൾ ഉണ്ടായ സമയത്ത് വക്കീലിൻ്റെ ഒരു ഉപദേശം, അതൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്ന ഒരു സമയത്ത് ഒന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ള നിലയിൽ ഒരാഴ്ച ഒന്ന് മാറി നിൽക്കുക. പത്രത്തിൽ ചെറിയൊരു വാർത്ത, ഇന്നത്തെ പോലെ വലിയ വാർത്തയൊന്നുമില്ല, ചെറിയൊരു വാർത്ത അങ്ങനെ പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്നു. അപ്പോൾ എന്നാൽ അതെന്താണെന്ന് അറിയാം എന്ന് കണക്കാക്കി ട്രെയിൻ കയറി നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ കേരള പോലീസും SFI ആണ് സ്വാമിയെ സന്യാസത്തിലേക്ക് നയിച്ചത്. അല്ല, അന്ന് പോകുന്നത് നമുക്ക് അതിനോടൊരു അതിനോടൊരു സംസ്കാരത്തിനോടൊരു താല്പര്യം തോന്നിയിട്ടല്ല. അതൊരു സംഭവം നടക്കുന്നു. ജാമ്യം കിട്ടത്തില്ല, മാറി നിൽക്കണം. അല്ല, അത് മാത്രമല്ല, അത് മാറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും മാറി നിന്നാൽ മതി. കാര്യം ഇപ്പം അതൊക്കെ പോലീസും എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അപ്പൊ ഒരു വാർത്ത കണ്ടപ്പോൾ ഇങ്ങനൊരു കാര്യം നടക്കുന്നു, അതെന്താണെന്ന് അറിയുക എന്ന് പറയുന്ന ആ ഒരു അന്വേഷണം. എങ്ങോട്ടായിരുന്നു ആ യാത്ര? പ്രയാഗ്രാജിലേക്ക്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഈ നമുക്ക് സ്ഥലവും ഭാഷയൊന്നും പരിചിതമല്ല. അല്ല ഒന്നും അറിയില്ല. എങ്ങനെയായിരുന്നു? അത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, കുംഭമേളക്കാണ് വരുന്നത്. അപ്പൊ സൈക്കിൾ റിക്ഷയാണെന്ന് അവിടെയല്ല, സൈക്കിൾ റിക്ഷ മേള നഗരി. ഇവിടെ ഏത് സ്റ്റേഷനിൽ ഇറങ്ങി? പ്രയാഗ്രാജ് സ്റ്റേഷനിൽ, പ്രയാഗ്രാജ് ജംഗ്ഷനിൽ തന്നെ ഇറങ്ങി. അപ്പൊ പ്രയാഗ്രാജ് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു സൈക്കിൾ റിക്ഷ അപ്പൊ മേളയിലേക്കാണ്. മേളയുടെ അവിടെ ഒരു വലിയ മണപ്പുറത്തേക്ക് അങ്ങ് ഇറങ്ങുക ചെയ്യുക. അപ്പൊ അവിടെ വരെ സൈക്കിൾ റിക്ഷ കൊണ്ടുവരുത്തി ഇനി നടന്നു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോൾ നിറച്ച് രാത്രിയാണ് ചെല്ലുന്നത്. വലിയ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സ്ഥലത്തും വന്ന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു. പിന്നെ അങ്ങനെ നമുക്കപ്പോൾ ഇന്നത്തെ ഇപ്പം നമുക്കറിയാം ശിബിരങ്ങളിലൊക്കെ ചെന്ന് താമസിക്കാൻ പറ്റുമെന്ന് ചോദിക്കാന്ന്. നമ്മളെന്ന് പറയുന്ന ഓരോരുത്തരുടെ ശിബിരം നമുക്ക് പരിചയമൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പല ആളുകളും ഒരു സ്ഥലത്ത് 2 കെട്ട് വൈക്കോലും കുറച്ച് ചാണകവേറലും കൊണ്ടുപോകുന്നു. അപ്പം ഇതെന്താ എന്നൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ വാങ്ങിച്ച് ഇവർ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇത് വിരിച്ച്, അപ്പം നല്ല തണുപ്പുള്ളത് കൊണ്ട് ഈ വൈക്കോല് വിരിച്ച് അതിൻ്റെ മീതൊരു ഷീറ്റ് വിരിച്ച് ഈ തണുപ്പിനെതിരായിട്ട് ഈ ചാണകവേറലി ചുറ്റും നിന്ന് പുകച്ച് കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് 5 രൂപയാണ് ഈ 2 കെട്ട് വൈക്കോലും 1 കെട്ട് ചാണകവേറലിക്കും. അത് വാങ്ങിച്ച് അവിടെ ഗംഗാതീരത്ത് കിടന്നു. അങ്ങനെ ഒരു 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ എവിടെ നിന്ന് കിട്ടി? ഭക്ഷണത്തിന് കുംഭമേള നഗരിയിൽ നിങ്ങൾ 60 കോടിയോ 120 കോടി ആളുകൾ വന്നുള്ളൂ. അവിടെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭക്ഷണം ഒരുപാട് ആശ്രമങ്ങളിൽ നമ്മളെ വലിയ ആദരവോടുകൂടി സ്വീകരിച്ചു കൊണ്ടുപോയി ഭക്ഷണം തരും. അപ്പൊ ഈ അവിടെ 5 ദിവസം കഴിഞ്ഞാൽ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് പിന്നീട്? അല്ല, നമ്മൾ ഈ 5 ദിവസവും അവിടെ അങ്ങനെ കറങ്ങി ആ മേള നഗരിയിൽ കറങ്ങി നടന്നു. പല പരിപാടികൾ, നമുക്കതൊന്നും അറിയില്ല. ഒരുപാട് സ്ഥലത്ത് ഹോമങ്ങൾ നടക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ നൃത്ത രൂപങ്ങൾ, നാടക രൂപങ്ങൾ പോലുള്ള അത് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. പിന്നീടുള്ള യാത്രകളിൽ നമ്മൾ ഇന്ത്യയിൽ പല സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ താമസം, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രമങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ അന്നുണ്ടായിരുന്ന ചില കോണ്ടാക്ട്സ് ഒക്കെ ഒരു ഇതായി. അപ്പം നിങ്ങൾ ഉത്തരകാശിയിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ വരൂ എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞു നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ താമസിക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കാണല്ലോ വരുന്നത്. അതെ അതെ. തിരിച്ച് വീട്ടിൽ വന്ന ശേഷമുള്ള പിന്നുള്ള എങ്ങനെയാണ്? ബാക്കി ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പിന്നെയും അത് തന്നെ തുടർന്നു. അപ്പൊ പൂർണ്ണമായിട്ട് ഈ രാഷ്ട്രീയ മുക്തനായി, മോഹമുക്തനായിട്ട് പോകുന്ന ഏത് കാലയളവിലാണ്? അല്ല, അത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഏകദേശം അവസാനിക്കുന്നത് 2002-2003 ആ ഒരു, അതായത് ഈ കുംഭമേള കഴിഞ്ഞൊരു വർഷം കൂടി കഴിഞ്ഞ ഒരു സമയത്താണ്. അത് ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നു. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു സജീവമായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഒരുമിച്ച് പോകുന്നത് ആ ഒരു പ്രൊഫഷന്റെ ഒരു എത്തിക്സിന് ചേർന്നതല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ ഒരു ഇടത് ആഭിമുഖ്യം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനം, പാർട്ടി മെമ്പർഷിപ്പ് അടക്കമുള്ള സംഗതികളിൽ നിന്ന് നമ്മൾ ഒഴിവായി. പിന്നെ ഏകദേശം ടി.പി. ചന്ദ്രശേഖരൻ വധത്തോടു കൂടി CPM-ഉമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു സംഗതിയും മനസ്സിൽ നിന്ന് പോയി. അതായത് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നു എന്നുള്ള സംഭവം സ്വാമി അറിയുന്നത് എങ്ങനെയാണ്? അല്ല, അത് വാർത്തകളിൽ കൂടെ തന്നെ. അതിൽ ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരനുമായിട്ട് എനിക്ക് അങ്ങനെ വ്യക്തിബന്ധമുള്ള ആളൊന്നുമല്ല, അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മാനവികത എന്നെല്ലാം പറയുന്ന ഒരു പ്രസ്ഥാനം, അന്യന്റെ ശബ്ദം വലിയ സംഗീതം പോലെ കേൾക്കണം എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു മൂവ്മെന്റ്, അത് കൂടെ കിടന്ന ആളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വരം പോലും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യം. പിന്നീട് ആ ഒരു നമ്മളിപ്പോഴത്തെ ഒരു രീതിയിൽ ആശയത്തെ തന്നെ ഒരു വിമർശനപരമായി പരിശോധിക്കുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ വംശഹത്യ നടത്തിയ ആളുടെ പേര് ജ്യോതി ബസു എന്നാണ്. 4 ലക്ഷത്തോളം ദളിതരെയാണ് ഒരു ദ്വീപിലിട്ട് പാർട്ടിയുടെ ഗുണ്ടായുസവും ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗിച്ച് ചുട്ടുപോകുന്നത്. അത് ഈ ആശയം ഭരണത്തിലിരുന്ന എല്ലാ റഷ്യയിലാണെങ്കിലും ഇപ്പോൾ ഉത്തര കൊറിയയിൽ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പോളണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് നടക്കുന്നത്. പിന്നെ കൂടുതൽ അന്വേഷിക്കുമ്പോൾ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം തന്നെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ ചിരി വരുന്ന
ഒരു ഇതാണ്. ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു സംരംഭകന്റെ ഇൻവെസ്റ്റ്മെന്റിന്, കാരണം ലോൺ എടുത്തതിന് ജാമ്യം നിൽക്കേണ്ടത് അവന്റെ സ്വത്ത് മാത്രമാണ്. അപ്പം അതിൽ ആൾക്ക് കിട്ടുന്ന ലാഭം തൊഴിലാളിയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുക എന്ന് പറയുന്ന അത്രയും വിഡിത്തമായിട്ടുള്ളൊരു സംഗതി. അത് മാർക്സിന്റെ, നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ മാർക്സിനെ നല്ലൊരു സൈക്കോപാത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ പരനിന്ദയും പരദ്വേഷവും എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഇന്നത്തെ DYFI യൂണിറ്റ് സെക്രട്ടറിയിൽ വരെയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമി പഠിച്ചത് പൂർവാശ്രമത്തിലെ വിദ്യാർത്ഥിയാണ് പഠിച്ച പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതെ. പിന്നെ ജേർണലിസത്തിൽ സ്വർണ്ണ മെഡലോടെ ഡിപ്ലോമ നേടി പത്രപ്രവർത്തകരുമായി. ഈ മാധ്യമ പ്രവർത്തനവും പൊളിറ്റിക്കൽ സയൻസും ഭാരതത്തെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ എത്രമാത്രം പ്രചോദനം നൽകിയിട്ടുണ്ട്? നമ്മുടെ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമ്മളുടെ കോളേജുകളിലെ സിലബസ് എന്ന് പറയുന്നത് ഏതോ കാലത്ത് എന്തിനോ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു 5 രാഷ്ട്രങ്ങളുടെ ഭരണഘടന പഠിക്കുന്നു, ചില കുറേ തിയറികൾ, പ്ലേറ്റോന്റെ കാലം തൊട്ടുള്ള തിയറികൾ പഠിക്കുന്നു എന്നുള്ളതൊന്നല്ലാതെ വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ആ ഒരു സിലബസിലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും ആ കാലത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ കുറച്ച് സെമിനാറുകൾ, അങ്ങനെയുള്ള പേപ്പറുകൾ, കാര്യങ്ങളൊക്കെ ഈ സെമസ്റ്റർ സിസ്റ്റമൊക്കെ ആയിട്ട് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലൊന്നും കേരളത്തിൽ മാറിയിട്ടില്ല യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പത്രപ്രവർത്തനം അങ്ങനെയല്ല. നമ്മൾ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടണം. ഇപ്പോൾ യാത്രകൾ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഉള്ള ആളുകളുമായിട്ട് സംവദിക്കണം, അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ കേൾക്കണം. അപ്പം അത് നമ്മളെ കൂടുതൽ, മുമ്പാണെങ്കിൽ നമ്മളൊരു ചെറിയ കൂടിനകത്താണ്, പുറത്തൊരു വിശാല ലോകത്ത് നമ്മൾ ഇടപഴകേണ്ടി വരിക. അപ്പോൾ അങ്ങനെ അന്ന് വായിച്ചതോ അല്ല പിന്നീട് താല്പര്യത്തോടെ വായിക്കുന്ന ഏതൊക്കെ പുസ്തകങ്ങളാണ്, ഏതൊക്കെ മേഖലകളാണ്? നമ്മളെല്ലാ പുസ്തകങ്ങളും ഒരേ താല്പര്യത്തോടു കൂടി തന്നെ വായിക്കുന്ന ആളാണ്. പണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോൻ കയറുന്ന സമയത്ത് നമ്മൾ പി രാജൻ ആണെന്നും അറിയില്ല, അതല്ല, അതിന് മുമ്പ് ആയിരുന്ന ഒരു പത്രപ്രവർത്തനാണ്. സൈലം ആലുവയുടെ ഒരു പുസ്തകവും കേംബ്രിഡ്ജിൽ നിന്നിറങ്ങിയ ഷേക്സ്പിയറിന്റെ ഒരു വലിയ പഠനകൃതിയും രണ്ടുമാണ് ഒരുമിച്ച് കയ്യിലിരുന്നിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിഷയങ്ങളെല്ലാം ഒരുപോലെ തന്നെ വായിക്കുന്നത്. അല്ല, ഈ നോവലാണോ, ഈ സാഹിത്യമാണോ, ചരിത്രമാണോ, ഏത് മേഖല ഞാൻ ഉദ്ദേശിച്ചത്? രണ്ടും. നമ്മൾ ലിറ്ററേച്ചർ, സാഹിത്യ കൃതികളും വായിക്കാറുണ്ട്, നോൺ ഫിക്ഷൻ ഇതും വായിക്കാറ്. ഈ രണ്ടാം മുഴുവൊക്കെ വായിച്ചതിനെ കുറിച്ച് ഒരു പരാമർശം കേട്ടിട്ടുണ്ട്. രണ്ടാം മുഴുവൊക്കെ വായിക്കുന്ന കാലയളവ്? രണ്ടാം മുഴുവൊക്കെ സ്കൂൾ കാലത്ത് വായിച്ചതാണ്. പിന്നീട് അത് പുസ്തകം, ഞാൻ ഒരു നാട്ടിലൊരു വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടെ അന്നനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് കാടുകുറ്റിക്കടുത്ത്. ഒരു ഗ്രാമീണ വായനശാലയുണ്ട്. അതിന്റെ സെക്രട്ടറിയാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക, പുസ്തകങ്ങൾ എല്ലാ പുസ്തകങ്ങളും വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെ, മഹാഭാരതത്തിൽ നിന്നും ഒരു കഥാംശമാണെന്ന് പറയുന്നതാണ് രണ്ടാം മുഴുവൻ. അത് എങ്ങനെയാണ് ആധ്യാത്മിക ജ്ഞാനി എന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കുന്നത്? അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ഞാൻ പറയുന്നതല്ല, മാതൃഭൂമിയിലെ തന്നെ ന്യൂസ് എഡിറ്റർ എന്ന KG ജ്യോതിർഘോഷ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതായത് വ്യാസൻ എഴുതിയത്, ആ കോട്ട് അതാണ്, നമ്മളെ അനുകൂലിക്കുന്ന ഒരു കാര്യമാണ്. വ്യാസൻ എഴുതിയത് മഹാഭാരതത്തിലൂടെ മുഴുവൻ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചാണെങ്കിൽ MT വാസുദേവൻ നായർ എഴുതിയത് മുഴുവൻ അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം അതിൽ യമധർമ്മന്റെ പരമ്പരയാണ് വിതുരനെന്നും ആ പരമ്പര തന്നെയാണ് യുധിഷ്ഠിരനെന്നും ഒക്കെ രീതിയിൽ വ്യാസം പറയുന്നത് ധർമ്മത്തിന്റെ ഒരു പരമ്പര, ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്ന ഒരു ഇതിലാണ്. MT വാസുദേവൻ നായർക്ക് അത് അവിഹിത ബന്ധമായിട്ടേ അറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് അവരവർക്ക് പരിചിതമായിട്ടുള്ള മേഖലകളിൽ അവർ വ്യാപരിക്കുന്നു എന്നുള്ളത്. ഒരു സന്യാസി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ധാരാളമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളെന്നാണ്. നമ്മൾ എവിടെ പോയാലും കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ, അല്ലെ മലയാളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ വാരണാസി എന്ന് പറയുന്ന കാശി, ബനാറസ്, അതെല്ലാം ഒറ്റ പേരാണല്ലോ അറിയുന്നത്. അപ്പൊ കാശിയിലെ ധർമ്മസ്ഥാപനം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിനും കൊച്ചി മഹാരാജാവിനും ധർമ്മശാലകൾ ഉണ്ടായിരുന്നായിരുന്നു. MP നാരായണനുള്ള ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റു പലരിലും അവിടെ അത് കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് ആ പോയ വഴിക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനോ കാണാനോ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, അത് കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും കൊട്ടാരങ്ങളായിരുന്നു. കാശി രാജാവിന്റെ സദസ്സിലായിരുന്നു ഭാരതത്തിലെ മുഴുവൻ രാജാക്കന്മാരും. എല്ലാവരുടെയും കൊട്ടാരങ്ങൾ അവിടെയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് അതാത് ദേവസ്വം ബോർഡുകൾക്ക് കൈമാറി. ഒരു ദീർഘകാലത്തോളം അത് പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടും നശിച്ചും കിടക്കുകയായിരുന്നു. അപ്പൊ കാശി രാജാവിന്റെ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു. കാശി നരേഷ് എന്നാണ് അദ്ദേഹത്തെ പറയുക. അദ്ദേഹത്തിന്റെ സെക്രട്ടറി. അദ്ദേഹം 2015 ശരീരം വിടുന്നത്. അപ്പം അദ്ദേഹം ഇതുപോലെ നമ്മുടെ യാത്രയിൽ 10-20 കൊല്ലം മുമ്പ് ഇത്തരം കാര്യങ്ങൾ പറയും. അന്ന് നമ്മൾ ഈ പത്രപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലേഖനവും കാര്യങ്ങളൊക്കെ എഴുതുകയും കൊച്ചി ദേവസ്വം ബോർഡ് അത് റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു. പഴയ കെട്ടിടം മുഴുവൻ പൊളിച്ചു കളഞ്ഞ് ഒരു പുതിയതൊരെണ്ണം പണിതു. അത് പൊളിച്ചു കളഞ്ഞ് പണിതത് തന്നെ അവിടെ വലിയ രീതിയിലുള്ള വലിയ വികസന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം പണിയാനുള്ള ഫണ്ട് ചിലവാക്കി ചെറിയ ഒരു 6 മുറി പണിയാണ് ചെയ്തത്. അത് അതിനുശേഷം അവിടുത്തെ ഒരു മുസ്ലിം ഗ്യാങ്ങിൻ്റെ കയ്യിലായി. ഫർദീൻ ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലായി കഴിഞ്ഞ 20 വർഷം.
അങ്ങനെയായിരുന്നു. മലയാളികൾക്കോ തീർത്ഥാടകർക്കോ യാതൊരു ഇതുമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ ഒരു ഇനീഷ്യേറ്റീവിൽ ഹൈക്കോടതിയിലൊരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് അതിൻ്റെ നടത്തിപ്പ് നമ്മൾ ഏറ്റെടുത്തു. നമ്മളെന്താ പറഞ്ഞ ജൂന അഖാഡ ഏറ്റെടുത്തു. ഇപ്പോൾ ധർമ്മശാലയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ സത്സംഗങ്ങളും കേരളത്തിൽ നിന്നുള്ള സന്യാസിമാരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്യാസിമാരെ നേതൃത്വത്തിലുള്ള സത്സംഗങ്ങൾ ഇപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മോഹൻജി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ദിവസവും ഒരു 100-300 പേർക്ക് അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചി രാജാവിന്റെ ധർമ്മശാലയുടെ തിരുവിതാംകൂർ രാജാവിന്റെ ധർമ്മശാലയും അവിടെ 2 കെട്ടിടമാണ് ഉള്ളത്. അപ്പൊ രണ്ടും ഈ പറഞ്ഞ പോലെ നാശോന്മുഖമായി അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ. ഒരു ഇതിൽ കയ്യേറി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പം അതും ദേവസ്വം ബോർഡിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ റിനോവേറ്റ് ചെയ്ത് ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഒരുക്കി കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. അല്ല, ഒരു സമയത്ത് കേട്ട വാർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികൃതർ അവിടെ ചെല്ലുകയും അത് വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. കേസ് നടക്കുന്നുണ്ട്, സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കേസ് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സത്രം ഇയാളുടെ കയ്യിലായിരുന്നു. കോടതി ഉത്തരവും അതിനുശേഷം ഒരു ടെൻഡർ നടപടികൾ പോലെ, അത് ടെൻഡർ നടപടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഈ ഫർദീൻ ഖാന് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു നടപടിയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനകത്തും നമ്മൾ ഇടപെടുകയും അങ്ങനെ അത് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ അവകാശവാദങ്ങൾ, ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ചെയ്തു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പിന്നെ അഖാടേതായ രീതിയിൽ പറയും, ഞങ്ങൾ ഇന്ന സമയത്ത് വരും, ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവരുതെന്ന് പറയും. ഈ തിരുവിതാംകൂർ രാജാവിന്റെ ധർമ്മശാല എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണോ? 2 കെട്ടിടമാണ്. എന്തൊക്കെയാണത്? 2 കെട്ടിടം. അല്ല, ഇപ്പൊ നിലവിൽ എന്താണ് അതിൽ? അവിടെ ഒരു 2-3 കുടുംബങ്ങൾ കയ്യേറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കേസ് നടക്കുന്നുണ്ട്. അവിടെ സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ആര് കൊടുത്ത കേസ്? ദേവസ്വം ബോർഡ് തന്നെ കേസ് നടത്തുന്നുണ്ട്, അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്. അദ്ദേഹം കേസൊക്കെ ഗൗരവത്തിൽ തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് എന്ന് പറയുന്നത്, കോടതി നേരിട്ട് സുബ്രഹ്മണ്യ എന്ന് പറയുന്ന ഒരു നോഡൽ ഓഫീസറെ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ ആയിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഒരു നോഡൽ ഓഫീസർ, അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി, അദ്ദേഹത്തെ വെച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത്തരം ശ്രമങ്ങൾ, അതായത് അദ്ദേഹം നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ. അഖാഡയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കടന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഇത് അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം കാശിയിൽ തന്നെയാണ് പഠിച്ചിരുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഇപ്പൊ അവിടെ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു ചുമതലപ്പെട്ട ഒരു ഓഫീസർ ഉണ്ട്. അദ്ദേഹവും ഇവരൊക്കെ ചേർന്നിട്ട് കേസുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു സിവിൽ കേസിന്റെ കാലത്ര നീണ്ടുപോകും, എങ്ങനെയാണത്, ഏത് കാലത്താണ് തിരിച്ചിടുക എന്നുള്ളതൊക്കെ അറിയാലോ. അല്ല, അയോധ്യയിൽ ധർമ്മസംസ്ഥാനാർത്ഥം ഇടപെടാമെങ്കിൽ ഈ ധർമ്മശാലയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. ഇടപെടാറുള്ള കാശിയിൽ നമ്മൾ ഇടപെട്ടു. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനൊക്കെ അവർക്ക് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇടപെടും. നമുക്ക് അത് ചെയ്യുന്നതോട് വളരെ സന്തോഷം. ശരി. ഇതേപോലെ ഈ കാശിയിലെ ഇപ്പൊ 2 കേരളത്തിന്റെ 2 സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതേപോലെ യാത്രയിൽ പിന്നെ കണ്ടുകിട്ടിയ ഇതേപോലുള്ള ഏതെങ്കിലും സംരംഭങ്ങളോ സ്ഥാപനങ്ങളോ കാണാം? അല്ല, അതില് നമ്മള് ഉത്തരഭാരതത്തിലൊക്കെ ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിലും അവിടെയൊക്കെ ചോദിച്ചാലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ഇതിന്റെയും ധർമ്മശാലകള്, മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കാണും. കേരളത്തിന്റെ മാത്രമേ എവിടെയും ഇല്ലാത്തത്. കാരണം അന്നൊക്കെ എന്ന് പറയുന്നത് വളരെ ലീസിന് ഫ്രീ ആയിട്ട് സർക്കാർ സ്ഥലം തരും ധർമ്മശാലകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ. പക്ഷെ ഈ അതൊക്കെ കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തിനിടയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. കേരളം മാത്രം അതൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയില്, അങ്ങയിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ള കഥയാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതായത് കാശിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി ആയിട്ടൊരു മലയാളി ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അത് ഏത് കാലയളവിലുണ്ടായിരുന്ന ആളാണ്? അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ എപ്പോഴാണ്? അദ്ദേഹത്തെ കാണുന്നത് ഹരിദ്വാറിലെ ഒരു വൃദ്ധമന്ദിരം പോലുള്ള ഒരു ആശ്രമത്തിൽ വെച്ചിട്ടാണ്. അത് 90-95 വയസ്സും എന്തോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് നമ്പൂതിരി എന്നാണ്. അദ്ദേഹം കാശിയില് MP MLA ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. വലിയ കെട്ടിടവും കാര്യങ്ങളും ഒക്കെയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല, ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊട്ടപ്പുറത്ത് CPID ഉണ്ട്. CPIയുടെ കുറച്ചും കൂടി ശോചനീയമായ അവസ്ഥയിലാണ്. ഇപ്പോൾ അതിന്റെ താഴെയൊക്കെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ വരുമാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ MP MLA ഒക്കെ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് മലയാളി അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. അപ്പൊ അദ്ദേഹം പിന്നീട് അങ്ങനെ അവിടെ അതൊക്കെ ഇല്ലാതായി. അവിടെ നിന്നൊക്കെ ഒരു ഏകദേശം ഒരു ആരുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി. അങ്ങനെ ഹരിദ്വാറിലൊരു ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹം അന്ന് കേരളത്തിലേക്ക് വരണം എന്നൊരാഗ്രഹം പറഞ്ഞു. ഏത് വർഷമാണ് ഈ കാണുന്നത്? ഒരു 15-20 വർഷത്തിൽ കൂടുതലായിട്ട് പോയി. അപ്പൊ അദ്ദേഹം വരണം എന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ വന്നു.
ചെറിയൊരു ആയുർവേദ ചികിത്സയൊക്കെ കഴിഞ്ഞു. എവിടെ സ്വദേശം അദ്ദേഹം? അദ്ദേഹം പാലക്കാട് ഭാഗത്തായിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ കൊപ്പം അഭയം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് പാലക്കാട് കൊപ്പം, അവിടെയായിരുന്നു പിന്നെ അദ്ദേഹം പോയി നിന്നത്. വൈകാതെ തന്നെ ശരീരം വിട്ടു. അപ്പൊ അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ദീർഘകാല പറയാൻ പറ്റും. അതെ അതെ അതെ. ഇതുപോലെ മലയാളികളെ നമ്മളിപ്പോ പ്രസ്ഥാനം വിട്ടെങ്കിൽ പോലെയും നമ്മൾ പല യാത്രകളിലും പലരെയും കണ്ടുമുട്ടുമല്ലോ. ഇത്തരത്തിൽ ആരെങ്കിലും മറ്റ് യാത്രകളിൽ കണ്ടുമുട്ടും? അല്ല, ഒരുപാട് അല്ല, അങ്ങനെയല്ല, മലയാളികളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ കാശിയിൽ തന്നെ തിലഭാണ്ഡേശ്വരൻ ക്ഷേത്രം, തിലഭാണ്ഡേശ്വര ആശ്രമമാണ്. അത് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. അത് മലയാളികളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഇതാണ്. കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ അയ്യപ്പ ക്ഷേത്രം ഈ തിലഭാണ്ഡേശ്വരൻ ക്ഷേത്രത്തിന്റെ അനുബന്ധമായിട്ടാണ്. വിമോചനാനന്ദ സ്വാമി എന്ന് പറഞ്ഞ സ്വാമിജിയാണ് കാശിയില്, ഹരിദ്വാറിൽ, ഉജ്ജയിനിലൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങൾ പണിയുന്നത്. പിന്നെ ഇപ്പൊ തവണ പ്രയാഗിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രയാഗിൽ അയ്യപ്പ സമാജത്തിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള അവിടെ അനിൽജി എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ചതേ കാശിയിലാണ്, 50 വർഷമായിട്ട് പ്രയാഗിൽ ജീവിക്കുകയാണ്. അപ്പൊ ഇത്തവണ അദ്ദേഹത്തിന് വലിയ തിരക്കായിരുന്നു. ഒരുപാട് പേര് വിളിക്കുന്നു, രാത്രിയും പകലും ഓടി നടന്ന് ഒരുപാട് സേവനം ചെയ്യുന്നു. ഇപ്പൊ ആള് പറയുന്നു, ഇത്രയും കാലം ഇവിടെ പല കുംഭമേള കണ്ടിട്ടും എൻ്റെ കുംഭമേളയാണെന്ന് തോന്നിയ കുംഭമേള ഇതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട്, ഇപ്പോൾ കാശി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് ഒരു മലയാളിയായിരുന്നു. ഇപ്പൊ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് സുരേഷ് നായർ എന്ന് പറഞ്ഞ പാലക്കാടുകാരനായിട്ടുള്ള ഒരു പ്രൊഫസർ അവിടെ മ്യൂറൽ സെക്ഷനിലുണ്ട്. അദ്ദേഹമാണ് ബനാറസ് എയർപോർട്ടിൽ കാശി വിശ്വനാഥനെ കേരള മ്യൂറൽ സ്റ്റൈലിൽ ചിത്രീകരിച്ചത്. അതിൽ അദ്ദേഹം വിശ്വനാഥനെ റെപ്രസെന്റ് ചെയ്യിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ കണ്ണാടി ബിംബം എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഇപ്പം ഹരിദ്വാറിൽ അയ്യപ്പ ടെമ്പിൾ ഉണ്ട്, അഭേദ ആശ്രമമുണ്ട്. അപ്പം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു മലയാളികളുടെ ഒരു സാന്നിധ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാലം തൊട്ടേ ഉണ്ട്, ഇപ്പോഴത് തുറന്നു പോകുന്നു. അല്ല, ഉത്തരേന്ത്യയിലെ മലയാളിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കുന്ന ആദിശങ്കരാചാര്യരാണ്, അദ്ദേഹത്തിന്റെ യാത്രകളാണ്. അതെ 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 അത് അങ്ങേക്ക് ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാലം, അദ്ദേഹത്തിന്റെ കൃതികൾ, അന്നത്തെ സഞ്ചാര പാതകൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നപ്പോൾ ഇത് നമ്മൾ 2 തരത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണുന്ന ഒരു രീതിയുണ്ട്. അത് ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, പിൽക്കാലത്ത് വന്ന ഗ്രന്ഥങ്ങളിൽ കൂടെ അതിനെ കാണാം. 2, അദ്ദേഹത്തിന്റെ കൃതികളിൽ കൂടെ നമുക്ക് ചില അനുമാനങ്ങളിലെത്താം. ഞാൻ ഈ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ പല പല താല്പര്യങ്ങൾ കടന്നുകൂടിയിട്ടുള്ള പല പല വളച്ചൊടിക്കലുകളും നടന്നിട്ടുള്ള ഇതായിട്ടാണ് ഞാൻ വായിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു BC ഒക്കെ ആയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നുള്ള നിലയ്ക്കാണ്. ഏകദേശം കാഞ്ചി ശങ്കരാചാര്യ മഠവും ആ ഒരു കണക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് പിന്തുടരുന്നത്. അത് ബുദ്ധന് മുമ്പുള്ള കാലയളവാണ്. ബുദ്ധന് മുമ്പോ അല്ലെങ്കിൽ ബുദ്ധന് സമകാലികമോ എന്ന് പറയാം. ബുദ്ധന് മുമ്പാവാനാണ് കൂടുതൽ സാധ്യത. ബൗദ്ധരെ നേരിട്ടു എന്നൊക്കെയാണ് നമ്മൾ പൊതുവിൽ പറയുന്നത്. പക്ഷെ ബൗദ്ധമായ ആശയങ്ങളെ അദ്ദേഹം കൃതികളിൽ പറയാം. പക്ഷെ അതൊരു ബുദ്ധമതം എന്നുള്ള നിലയ്ക്ക് ആണോ കണ്ടിരുന്നത് എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല. അദ്ദേഹം ദിഗ്വിജയം നടത്തിയിരിക്കുന്നതിൽ, ശാസ്ത്രാർത്ഥം നടത്തിയിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ പൂർവ്വമീമാംസകരായിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ മൈഥിലി സമ്പ്രദായ പരമ്പരയിലുള്ള ആളായിരുന്നു മണ്ഡലമിശ്രൻ. അങ്ങനെയുള്ള രീതിയിൽ ഈ ഇന്ന് വിശേഷിക്കുന്ന രീതിയിലുള്ള ഒരു ഹിന്ദു എന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള ആളുകളാണ് അദ്ദേഹമായിട്ടുള്ള സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അതെ, അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് മുമ്പുള്ള ഒരു പീരീഡിൽ അത് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമകാലീനര്, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ എല്ലാം ആ കാലയളവിലേക്ക് മാറി നിൽക്കേണ്ടി വരുമല്ലോ. മാറിക്കേണ്ടി വരും. അത് സമകാലികർ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊന്നുമില്ല. ഗൗഡപാദാചാര്യരുടെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് അവിടെ ഇത് വെച്ചിട്ട്. അപ്പൊ ഗൗഡപാദാചാര്യരെ കുറിച്ചും ആ ഒരു റെഫറൻസ് മാത്രമേ നമുക്ക് ഈ ക്രിസ്തുവിന് മുമ്പുള്ള പീരീഡിലാണ്. അതെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ AD 6-ാം നൂറ്റാണ്ടെന്നുള്ള ആ ഒരു സങ്കല്പം, AD 6-ാം നൂറ്റാണ്ടെന്നുള്ള സങ്കല്പം പല കാരണങ്ങൾ കൊണ്ട് യുക്തമായ ഒന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, ഇവിടെ ആ സമയത്ത് തന്നെ ക്രിസ്തു ദർശനവും ഇസ്ലാമിന്റെ ഇതും ഒക്കെയുള്ള ഒരു കാലമാണ്. അപ്പൊ അത്ര ഒരു ദാർശനിക ചിന്തകനായിട്ടുള്ള ഒരാള് അതിന്റെ കൃതികളിലൊക്കെ അങ്ങനെയുള്ള കാര്യം ആ ഒരു കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ ഉണ്ടാവേണ്ടതായിരുന്നു. ഇപ്പൊ ആധികാരികമായിട്ട് ശങ്കരാചാര്യരുടെ ജീവചരിത്രം അറിയാൻ ഏതാണ് നമുക്ക് വായിക്കാൻ പറ്റിയ? അല്ല, ഇന്ന് അങ്ങനെ ആധികാരികമായ ജീവചരിത്രം വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശങ്കരാചാര്യരുടെ കൃതികളിൽ കൂടെ നമുക്ക് അന്വേഷണം നടത്താം. ആ അന്വേഷണം നടത്തി നമുക്ക് നമ്മുടെ യുക്തമെന്ന് തോന്നുന്ന നിഗമനങ്ങളിലേക്ക്, അല്ലെ BC എന്നുള്ള ഒരു കാലയളവിലേക്ക് എത്താനുള്ള പശ്ചാത്തലത്തിലുള്ള അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് തന്നെയാണ്. ആ കൃതികളിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നതെല്ലാം അന്നത്തെ ആ ഒരു കാലത്തുള്ള ദാർശനികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്.
ഇപ്പൊ ആശ്ചര്യ ചൂടാമണി എഴുതിയ ശക്തിഭദ്രൻ, ആ. അദ്ദേഹം ശങ്കരാചാര്യ സമകാലീനായിരുന്നു. അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം മൗനവ്രതത്തിലായി പ്രതികരിച്ചില്ല. അതിനുശേഷം പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട കഥകളാണ്. ഇതൊക്കെ ഈ പിന്നീട് വരുന്ന കഥകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തൊക്കെ കാലികമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ പരമ്പരയിലുള്ള ആളുകള് ആചാര്യന്മാരുമായിട്ട് സംവദിച്ചിട്ടുണ്ട് എന്ന് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതാം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ പല താല്പര്യങ്ങളോ ഒക്കെ ശങ്കരാചാര്യരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഈ കേരളം വിട്ടുള്ള യാത്ര തുടങ്ങുന്നത് എത്രാമത്തെ വയസ്സിലാണ്? എങ്ങനെയായിരുന്നു ആ യാത്ര എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ആ യാത്രയെക്കുറിച്ചും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇപ്പൊ കാശിയിൽ ചെല്ലുന്ന സമയത്ത് മനീഷാ പഞ്ചകം, ഇപ്പൊ ഈ ദിഗ്വിജയത്തിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങളിൽ ആ പരമസത്യം വെളിപ്പെടുത്തിയത് കൊണ്ട് ആ ചണ്ടാളനായിട്ടുള്ള ഗുരുവിനെ നമസ്കരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. ചണ്ടാളൻ ശിവനായിരുന്നു എന്നുള്ളത് പിന്നീട് വന്ന കഥയാണ്. അതായത് ഇങ്ങനെ ഒരു ആചാര്യൻ ചണ്ടാളനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കുറവാണോ എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് അത് ശിവനായിട്ട്, ഇപ്പൊ ശിവനാണെങ്കിൽ എല്ലാം ശിവനാണ്. ആ ഒരു ജ്ഞാനപന്തലിൽ നിന്ന് ശങ്കരനും ശിവനാണ്, ചണ്ടാളൻ ശിവനാണ്, എല്ലാ ശിവൻ ഭൂത്വ ശിവൻ യജയെന്നാണ്, ശിവനായി ഭാവിച്ചുകൊണ്ടാണ് ശിവനെ യജിക്കുന്നത്. എല്ലാം ശിവനാണ്. അപ്പം അങ്ങനെയല്ലാതെ നമ്മളതിനെ ഒരു അവതാരം എന്നൊക്കെ പറയുന്നതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായി. ഇപ്പൊ കണ്ണൂർ മലബാറിലാണെന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പൊട്ടന്റെ തോറ്റം കേൾക്കാം. അലങ്കാരൻ എന്ന് പറയുന്ന പുലയനാണ് ശങ്കരാചാര്യ ചോദ്യം ചെയ്യുന്നത്. എങ്കളെ കുത്തിയാലും ചോരല്ലേ ചോവര്, ഇങ്ങനെ കുത്തിയാലും ചോരല്ലേ ചോവര്, പിന്നെന്താ ചോവര് കുലമ്പശക്കണെന്നാണ് പൊട്ടനോട് പൊട്ടൻ ചോദിക്കുന്നത്. മുഴുവൻ വേദാന്തത്തിന്റെ തത്വചിന്തയാണ് പൊട്ടന്റെ തോറ്റം മുഴുവൻ. അപ്പൊ അത് അലങ്കാരം എന്ന് പറയുന്ന പുലയനാണ്. അവിടെ കണ്ണൂര് തന്നെ അവിടെ ഒരു സ്ഥലത്താണ് ആ സ്ഥലമുള്ളത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സമാധി എവിടെയാണ്? കേദാർനാഥിലാണ്. കേരളത്തിലേക്ക് അദ്ദേഹം അല്ല, കേദാർനാഥില് മഹാപ്രസ്ഥാനം ചെയ്തു എന്നാണ്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് പിന്നെ കേട്ടിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ്. കേദാർനാഥ ക്ഷേത്രത്തിന്റെ പുറകിലാണ്. അപ്പൊ അത് കഴിഞ്ഞ അതിന്റെ ചെറിയൊരു വിഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. അത് പ്രളയത്തില് നഷ്ടപ്പെട്ടു. ഇത്തവണ ഇപ്പൊ അത് വലിയ രീതിയിൽ അവിടെ ഒരു ശങ്കര മണ്ഡപം ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ്? വടക്കേ ഇന്ത്യയിലെ വലിയ സ്വീകാര്യതയും ആശ്രമങ്ങളും കേരളത്തിലെ സംബന്ധിച്ചുള്ള ഒരു ജന്മസ്ഥലം എന്നുള്ള രീതി കവിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ഇല്ല. കേരളത്തിൽ ശങ്കരാചാര്യരുടെ പേരിൽ എന്തെങ്കിലും ഒരു റോഡ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഉത്തരഭാരതത്തിൽ ഹരിദ്വാറിൽ ചെന്നാൽ, ഋഷിയേശിൽ ചെന്നാൽ, എവിടെ ചെന്നാലും ശങ്കരാചാര്യ ചൗക്ക്, ശങ്കരാചാര്യമാർക്ക് ഇതൊക്കെ കാണാം. ഏത് ആശ്രമങ്ങളിൽ ചെന്നാലും ശങ്കരാചാര്യരുടെ ചിത്രം കാണാം. കുംഭമേളയിൽ നമ്മൾ വരുമ്പോൾ 3 ലക്ഷം ശിബിരങ്ങളിൽ ഒരു 2 ലക്ഷം ശിബിരങ്ങളിലും ശങ്കരാചാര്യ ചിത്രം കാണാം. എവിടെ നമ്മളൊരു മലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നാണല്ലേ എന്ന് പറഞ്ഞിട്ട് സന്യാസിമാര് സാധാരണക്കാരായിട്ടുള്ള മലയാളികളെ നമസ്കരിക്കും. അങ്ങനെ ഒരു ആദരവാണ് പുറത്ത് ശങ്കരാചാര്യരുടെ ഭൂമിയിൽ നിന്നുള്ള ആളുകൾക്ക് കിട്ടുന്നത്. കേരളത്തിൽ പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മാന്യതയോ അല്ലെങ്കിൽ ആദരവോ ഒന്നും. അദ്ദേഹം ജ്ഞാനപീഠം കയറിയത് എവിടെ വെച്ചാണ്? സർവജ്ഞപീഠം ഇപ്പോ പാകിസ്ഥാന്റെ കൈയേറിയിരിക്കുന്ന ഭാരതത്തിന്റെ ഭൂമിയായിട്ടുള്ള കാശ്മീരിൽ വെച്ച്. അധിനിവേശ കാശ്മീരിലാണ്. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വെച്ച്. അവിടെ നിന്നാണോ തീർത്ഥജലം എന്തോ അയോധ്യ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് ഒരാൾ പാഴ്സൽ അയച്ചു എന്ന് പറയുന്നത്? അല്ല, അത് സിന്ധുയിൽ നിന്നുള്ള തീർത്ഥ ഇതാണ് അതിന്റെ ഇതിലൂടെ പോകുന്നത്. ഇതിപ്പോ ഏകദേശം നാശോന്മുഖമായിട്ടുള്ളൊരു ഇതാണ് സർവജ്ഞപീഠം എന്ന് പറയുന്ന ക്ഷേത്രം, ശാരദാ ക്ഷേത്രം പോലുള്ള. അല്ല, അവിടെ പോയിട്ടുണ്ടോ? അങ്ങനെ കാണാൻ പറ്റും? അല്ല, അതായത് അവിടെ ഇപ്പൊ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അല്ല, അത് വീണ്ടെടുക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. അല്ല, അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അങ്ങനെ ഒരു ദിവസം എപ്പോഴും ആരംഭിച്ച് എങ്ങനെ അവസാനിക്കും? എങ്ങനെയാണ് അതിന്റെ രീതി? അത് പുലർച്ചെ ആരംഭിച്ച് പുലർച്ചെ എത്ര മണിക്ക് ഉണരും? പുലർച്ചെ ഒരു 3:30-4 മണി ഉണർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു ക്രമം? നമ്മുടെ പരമ്പര അനുസരിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അല്ല, ഈ യോഗാഭ്യാസം അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് സന്യാസിമാരുടെതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അഖാഡകളുടെ ഒരു ട്രഡീഷനിലൊക്കെ അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു രാവിലെയൊക്കെ ആകുമ്പോഴേക്കും സാധാരണ എന്തായാലും പത്രപ്രവർത്തകന്റെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് വാർത്തകൾ കേൾക്കാനുള്ള താല്പര്യം, അല്ലെ പുസ്തകം പത്രം നോക്കാനുള്ള താല്പര്യം, ഇതൊക്കെ മറന്നിട്ടുണ്ടാവില്ലല്ലോ? പത്രം നോക്കല് പണ്ടേ നിർത്തി. അതിനു മുമ്പ് TV കാണൽ നിർത്തിയിരുന്നു. പത്രം വായന അതിനുശേഷം നിർത്തിയിരുന്നു. പക്ഷെ വാർത്തകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയല് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ അറിഞ്ഞുകൊള്ളും എന്നുള്ളത് കൊണ്ടാണ്.
അല്ല, ഈ ആധുനിക കാലത്ത് നിന്ന് സന്യാസിയാണെങ്കിൽ പോലും ആധുനിക കാലത്ത് നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അല്ലല്ല, കാര്യങ്ങൾ അറിയാറുണ്ട്. ചാനലുകൾ കാണാറേ ഇല്ല ഒരുപാട് കാലമായി. ചാനൽ ചർച്ചകൾ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. പത്രം കുറെ സമയത്ത് വായിക്കാറുണ്ട്, പക്ഷെ പിന്നെ അത് അങ്ങനെ സ്വന്തമായിട്ട് എഴുത്തും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഒരുപാട് കാലമായി എന്തെങ്കിലും എഴുതിയിട്ട്. അത് ചോദിച്ചത് ലാപ്ടോപ്പിൽ എഴുതുകയാണോ, ടാബിൽ എഴുതുകയാണോ, അതോ മൊബൈലിൽ എഴുതുക, എന്തെങ്കിലും എഴുതാൻ അങ്ങനെ? അല്ല, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലാപ്ടോപ്പിലാണ് ഇതായിട്ടുള്ളത്. പക്ഷെ ഞാൻ കൂടുതലും കൈകൊണ്ട് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇഷ്ടപ്പെടുന്നു. കൈകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് എഴുതുക എന്നുള്ളതാണ് നമുക്കൊരു. അത്തരത്തിൽ എന്തെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ഒന്നും ചെയ്തിട്ട് പുസ്തക സംബന്ധം? ഇല്ല. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ എഴുത്തും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ സ്ഥിരമായി പാരായണം ചെയ്യുന്ന കൃതികളോ എന്തെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടോ? സ്ഥിരമായി പാരായണം ചെയ്യുന്ന കൃതികളൊന്നും. ഭഗവത്ഗീത അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പഠനത്തിന്റെ സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്ഥിരമായിട്ടൊരു പാരായണം ചെയ്യുന്ന കൃതി എന്നുള്ള നിലയ്ക്കുള്ളത് ഒന്നുമില്ല. അപ്പൊ ഈ പ്രസംഗം അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾക്ക് പല കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? അതിന് ബന്ധപ്പെട്ടിട്ടുള്ള വായനകളും അതിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ ഇനി സന്ദർശിക്കാൻ ശേഷിക്കുന്നുണ്ട്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് തപ്രയാറ ശിവയോഗിനി അമ്മ എന്ന് പറയുന്ന ഒരു അവധൂത അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഭാരതത്തിലെ മുഴുവൻ തീർത്ഥങ്ങളിൽ നിന്നും, അത് 1008 തീർത്ഥമാണ്, പക്ഷെ 1500ഓളം തീർത്ഥങ്ങൾ വന്നു. യാത്രയിൽ പല തീർത്ഥങ്ങളും കൂടുതൽ വന്നിട്ട്, അപ്പൊ അത്രയും തീർത്ഥങ്ങളിൽ നിന്ന് തീർത്ഥജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ അത് ഒറ്റ ഇതിൽ ഭാരതത്തിലെ മുഴുവൻ തീർത്ഥങ്ങളിലും എത്തിയിരുന്നു. അതല്ലാതെ കൊണ്ട് തന്നെ ഞാനൊരു 20 വർഷത്തോളമായിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുവിധം ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റുകളിലുപരി എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. മലയാളി കുംഭമേള എന്ന് കേൾക്കുമ്പോൾ വാർത്തയനുസരിച്ച് ചിലപ്പോൾ 144 വർഷം കൂടുമ്പോൾ, ചിലപ്പോൾ 12 വർഷം കൂടുമ്പോൾ, ചിലപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഈ കുംഭമേളയുടെ ഒരു പശ്ചാത്തലവും ചരിത്രവും എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്? കുംഭമേള 4 സ്ഥലത്താണ് നടക്കുന്നത്. ഹരിദ്വാറിൽ, പ്രയാഗില്, ഉജ്ജയിനിയില്, നാസിക്കില്. ഈ 4 സ്ഥലങ്ങളിലും 12 കൊല്ലം കൂടുമ്പോൾ, അതായത് ഹരിദ്വാറിൽ 12 കൊല്ലം ഒരു തവണ നടന്ന് 12 കൊല്ലം കഴിയുമ്പോൾ അടുത്ത് ഹരിദ്വാറിൽ, പ്രയാഗിൽ നടന്ന് 12 കൊല്ലം കഴിയുമ്പോൾ പിന്നെ പ്രയാഗില്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മളിപ്പോൾ പ്രയാഗിൽ ഇപ്പോൾ കുംഭമേള കഴിഞ്ഞു. ഇനി 2 വർഷം കഴിഞ്ഞാൽ നാസിക്കിൽ കുംഭമേള നടക്കും. നാസിക്കിലെ കുംഭമേള കഴിഞ്ഞാൽ ഉജ്ജയിനിലെ കുംഭമേള നടക്കും. ഉജ്ജയിനിലെ കുംഭമേള കഴിയുമ്പോഴേക്കും പ്രയാഗിലെ അർദ്ധകുംഭം നടക്കും. അത് കഴിഞ്ഞാൽ ഹരിദ്വാറിലെ കുംഭമേള, വീണ്ടും പ്രയാഗിലെ കുംഭമേള. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ വരിക. അപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഒരു കുംഭമേള നടക്കും. ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശബരിമലയിൽ 18 വട്ടം പോയി അതിനെ ഇത് വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ 12 കുംഭമേളകൾ കുംഭിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ ആ 12ാമത്തെ കുംഭ് മഹാകുംഭമായിട്ട് ആചരിക്കും. പ്രയാഗിലെ മാത്രം. കുംഭമേളയുടെ അടുത്ത കുംഭമേള എവിടെയായിരിക്കും? നാസിക്കിലാണ് 2027. അത് സംബന്ധിച്ച് സ്വാമിജിക്കുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? അതിൽ എങ്ങനെയാണ് നേതൃപരമായ പങ്ക് എന്തായിരിക്കും? അഖാഡയാണ് എല്ലാ കുംഭമേളകളും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രയാഗ് കുംഭമേള കഴിഞ്ഞ ഉടനെ തന്നെ ഗവൺമെൻറ് ലെവലിലും അഖാഡകളുടേതായിട്ടുള്ള രീതിയിലും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെൻറ് ലെവലിലുള്ള കമ്മിറ്റികൾ, എൻ്റെ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തു. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാരൊക്കെ വന്നു. അതിൽ നാസിക്കിലെ മുനിസിപ്പൽ കമ്മീഷണർ, അതിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ കമ്മീഷണർ മലയാളിയായിട്ടുള്ളൊരു IAS ഓഫീസറാണ്. പേരറിയില്ല. അപ്പൊ തയ്യാറെടുപ്പിന് ഒരു ഉത്സാഹം നമുക്ക് നമ്മുടെ അതെ. പിന്നെ ഇപ്പോൾ ആ കുംഭമേള തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അഖാഡയുടെ മഹാമണ്ഡലേശ്വരാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ സജീവമായിട്ട് അതിൽ. ഈ കുംഭമേളകളിലൊക്കെ മലയാളികളുടെ സാന്നിധ്യം എങ്ങനെയാണ്? അതിന് മുമ്പുള്ള കുംഭമേളകൾ വരെ 1000 പേരൊക്കെയാണ് മലയാളികളായിട്ട് വന്നിരുന്നത്. പക്ഷേ ഈ കുംഭമേളയിൽ 3 ലക്ഷത്തോളം മലയാളികൾ വന്നു എന്നുള്ളതാണ് നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ. പ്രയാഗ്രാജ് കുംഭമേള. ഇത് സംസ്ഥാന സർക്കാരുകളുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ടാകാറുണ്ടോ? സർക്കാരുകളുടെ പങ്കാളിത്തമല്ല. സർക്കാരുകൾക്ക് എന്ന് പറയുന്നത് മേള അതോറിറ്റി സ്ഥലം കൊടുക്കും. അവിടെ സർക്കാരുകൾ വലിയ പവലിയനിലിടും. കാരണം അവിടെ വലിയ രീതിയിലുള്ള വിദേശികൾ, ഇപ്പോൾ ഈ കുംഭമേളയിൽ ഒരു 1.25 കോടിയോളം വിദേശികൾ, മേള തുടങ്ങുന്നതിന് മുമ്പ് 70 ലക്ഷത്തോളം വിസ അപ്ലിക്കേഷൻസ് പ്രോസസ്സിങ് കഴിഞ്ഞിരുന്നു. 1.25 കോടിയോളം വിദേശികൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ശിബിരത്തിന് റെന്റിന് എടുക്കുന്ന ഒരു ടെന്റിന് വാടക എന്ന് പറയുന്നത് ആവറേജ് 10,000 രൂപയാണ് പെർ ഡേ. ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ താമസിക്കുന്ന ആളുകളാണ് അധികം ഉള്ളത്. ഈ ഒരു ദിവസം പോലും 2 മാസക്കാലത്ത് ഒരു ദിവസം പോലും അതിലൊന്നു പോലും വേക്കൻ്റ് ആയിരുന്നിരുന്നില്ല. ആശ്രമങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ റെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ആശ്രമങ്ങളിൽ ദക്ഷിണയായിട്ട് കൊടുത്തു പോകുന്ന ആളുകളാണ്.
ദക്ഷിണ, അല്ലെങ്കിൽ ഞങ്ങൾ 1,00,000 പേരുടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്നവരാണ്. അപ്പം വലിയൊരു ശതമാനം പേര് കുംഭമേളയിൽ വരുന്ന ആളുകളിൽ വലിയ യാത്രകൾ ചെയ്യുന്നവരും, നമ്മുടെ ബിസിനസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പർച്ചേസിങ് കപ്പാസിറ്റി, അവർ ഓരോ സ്റ്റേറ്റും ആ സ്റ്റേറ്റിന്റെ ഹിസ്റ്ററിയെ, കൾച്ചറിനെ ഒക്കെ ഡോക്യുമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടേതായിട്ടുള്ള വലിയ എക്സിബിഷൻ സ്റ്റാളുകൾ അവിടെ നിർമ്മിക്കും. വരുന്ന ആ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും. അപ്പം തമിഴ്നാടൊക്കെ ഒരു ക്ഷേത്രം തന്നെ, അതായത് ആ ഗോപുരം ഒക്കെ ഒരു ക്ഷേത്രം തന്നെ അവിടെ പണിതിരുന്നു, പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് പണിതാണ്. അപ്പം അങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളും അതിൽ ഇൻവോൾവ്. കേരളം മാത്രമാണ് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ലാത്തൊരു സ്റ്റേറ്റ്. അല്ല, കേരളത്തിൽ എന്താണ് അത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിൽ കാരണം സന്യാസിമാർക്ക് സ്വാഗതം ചെയ്യുന്ന രീതിയിൽ ധാരാളമായ ആശ്രമങ്ങളുണ്ട്. അമൃതാനന്ദപുരിയുടെ ആശ്രമം, അമൃതാനന്ദമയുടെ ആശ്രമങ്ങളുണ്ട്. അല്ല, ആശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് കുംഭമേളയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പങ്കാളിത്തം, അതായത് സ്നാനത്തിൽ പങ്കെടുക്കുന്ന അതിൽ ഔദ്യോഗികമായുള്ള പങ്കാളിത്തം കുംഭമേളകളുടെ ചരിത്രത്തിൽ ഇപ്പൊ ആദ്യമായിട്ട് കൊട്ടാക്കര അവധൂത ആശ്രമത്തിന്റെ പേരിൽ നമ്മൾ ചെയ്ത ശിബിരമായിരുന്നു. അഖാഡയുടെ ഇവിടുത്തെ ശാഖയായിട്ടുള്ള കാളികാപീഠത്തിന്റെയും രണ്ടിന്റെയും കൂടി ചേർന്നുകൊണ്ട്. പക്ഷെ അമൃതാനന്ദമയി അമ്മ അവിടുത്തെ സെക്ടർ 6 എന്ന് പറയുന്ന ഓരോ സെക്ടറും, അവിടെ ഒരു 25ഓളം സെക്ടറുകളാണ്. ആ സെക്ടറിൽ ഓരോ സെക്ടറും ഒരു ചെറിയ മുനിസിപ്പാലിറ്റി പോലെയാണ്. അവിടെ ഹോസ്പിറ്റൽ, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. സെക്ടർ 6ലെ ഹോസ്പിറ്റൽ മുഴുവൻ എയിംസ്, ഫരീദാബാദിലെ എയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ നേരിട്ടാണ് അതിൻ്റെ സേവനം മുഴുവൻ ചെയ്തത്. പിന്നെ ഈ മൊബൈൽ ഹോസ്പിറ്റലുകൾ, വലിയ ബസ് ഹോസ്പിറ്റലായിട്ടൊരു 3 അത് അവിടെ മേളനഗരിയിൽ മുഴുവൻ ഓടിയിരുന്നു. പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ, ശ്രീ എം, മലയാളികളുടെ തന്നെയായിട്ടുള്ള അഭേദം ഗംഗാമയി ആശ്രമം, അങ്ങനെയൊക്കെയുള്ള പങ്കാളിത്തമൊക്കെ കുംഭമേളയുണ്ടായിരുന്നു. കാരണം ഔദ്യോഗികമായിട്ട് സർക്കാർ തലത്തിൽ ഇവിടെ UP ഗവൺമെൻറ് ഡെലിഗേഷൻ തിരുവനന്തപുരത്ത് വന്നിരുന്നു, ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് ഇത് നടത്തിയിരുന്നു, ടൂറിസം സെക്ടറിലെ ആളുകളുമായിട്ട് കോൺക്ലേവ് നടത്തിയിരുന്നു, ഇതൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ളൊരു പങ്കാളിത്തം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അവസരത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഒന്നും ചെയ്തില്ല. ഈ ആചാരത്തോടുള്ള വിരോധമാണോ അതോ പൊതുവെ എല്ലാത്തിനോടുള്ള നിഷേധത്തിന്റെ സ്വഭാവം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? ആചാരത്തിനോടുള്ള വിരോധമുണ്ട്, എല്ലാറ്റിനോടുള്ള നിഷേധാത്മക സമീപനമുണ്ട്, വിഷനില്ലാത്ത അല്പബുദ്ധികളായി പോയതിന്റെ പ്രശ്നമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതിൽ കാര്യമായി വളരെ ഇതായിട്ട് അപ്പം അതിൽ ഇപ്പം അങ്ങൊക്കെ മീഡിയയിലുള്ള ഒരാളായതുകൊണ്ട് അറിയാം, കുംഭമേള പോലുള്ള സ്ഥലത്ത് നിന്ന് എത്രയധികം ആളുകൾ, എത്രയധികം വീഡിയോകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. കേരളീയമായിട്ടുള്ള 2 കലാരൂപങ്ങളും കുറച്ച് ചെണ്ടമേളവുമായിട്ട് ആ മേളയുടെ പ്രധാന ഇതിക്കൂടെ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ 1,00,000 വീഡിയോ കേരള ടൂറിസത്തിന്റെ പരസ്യമായിട്ട് വരും, ഒരു പൈസ പോലും ചെലവില്ലാതെ. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ഒരു പെട്ടിക്കടക്കാരൻ പോലും ആലോചിക്കുന്ന ബിസിനസ് ബുദ്ധിയാണ്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ ഇരുന്ന് ചിത്രങ്ങൾ കാണുമ്പോൾ സന്യാസിമാർ ധാരാളമായിട്ട് വരുന്നു, ഇതിൽ പങ്കാളികളാകുന്നു. കാണുന്ന സന്യാസിമാരിൽ ഏറെ ചിത്രങ്ങളെ നഗ്ന സന്യാസിമാർ ഭസ്മം പൂശി വരുന്നു, ഒരു വികൃത രൂപത്തിലുള്ള അങ്ങനെ ഒരു സന്യാസി വിഭാഗം ഉണ്ടോ? അല്ല, അഖാഡകളിലെ സന്യാസിമാരെല്ലാവരും കുംഭമേളയിലെ അമൃത സ്നാനത്തിന് പങ്കെടുക്കുക ദിഗംബരന്മാരായി ഭസ്മധാരികളായിട്ടാണ്. അത് വികൃതം എന്നുള്ളത് കാണുന്നവരുടെ കണ്ണിനാണെന്ന് നമ്മൾ പറയും. സന്യാസം സ്വീകരിക്കുന്നത് യജ്ഞോപവീതവും ശിഖയും ധരിച്ചിരിക്കുന്ന വസ്ത്രമടക്കം ഉപേക്ഷിച്ചിട്ടാണ്. ആ സന്യാസ സ്വീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അഖാഡകളിലെ സന്യാസിമാർ കുംഭമേളകളിൽ അമൃത സ്നാനം ചെയ്യുന്നത്. അഖാഡകളിലെ സന്യാസിമാരുടെ മേളയാണ് കുംഭമേള. അത് പുതിയ സന്യാസിമാരുടെ ദീക്ഷ, മഹാമണ്ഡലേശ്വരന്മാരുടെ പട്ടാഭിഷേകം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അമൃത സ്നാനം നടക്കുന്നത്. അതിൽ ആചാരപരമായിട്ട് അഖാഡയിലെ സന്യാസിമാർ, പദാധികാരികളല്ലാത്ത ആളുകൾ, ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളിൽ ഇല്ലാത്ത എല്ലാ സാധുക്കളും ദിഗംബരന്മാരായി ഭസ്മധാരികളായി ശിവസ്വരൂപികളായിട്ടാണ് സ്നാനം ചെയ്യുക. അതിൽ ആ പ്രകൃതിയുമായി അത്രയും താതാത്മ്യപ്പെട്ട് നിൽക്കുന്ന ആ മനസ്സിൻ്റെ ഔന്നിത്യം മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിനാരെയും അങ്ങോട്ട് സന്യാസിമാർ വിളിക്കുന്നുമില്ല. അല്ലെ, ദിഗംബരന്മാരായി ജീവിക്കുകയാണോ അതോ ഈ സന്ദർഭത്തിൽ മാത്രമല്ല? നമ്മൾ ആചാരപരമായിട്ട് അഖാഡകളുടെ ചടങ്ങിനും ഈ അമൃത സ്നാനത്തിനുമാണ് ഈ ദിഗംബരന്മാരായിട്ട് നമുക്ക് നിർബന്ധമായും നിൽക്കേണ്ടത്. പിന്നെ ചില ആളുകൾ ജീവിതത്തിലൊരു നിഷ്ഠ എന്നുള്ള നിലയ്ക്ക് ജീവിതകാലം മുഴുവൻ ആ രീതിയിൽ തന്നെ തുടരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കൈ ഉയർത്തിപ്പിടിച്ച്, ശിവലിംഗവുമായി ഒരു കൈ ഉയർത്തിപ്പിടിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന സന്യാസിമാരുണ്ട്. ജീവിതകാലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ എപ്പോഴും ഒറ്റക്കാലിൽ മാത്രം നിൽക്കുന്ന സന്യാസിമാരുണ്ട്. അങ്ങനെയൊക്കെ തപസ് ചെയ്യുന്ന ഒരുപാട് സന്യാസിമാർ അഖാഡകളിലുണ്ട്. എവിടെയാണ് തപസ്? ഹിമാലയത്തിലാണോ? അല്ല, അവര് ചിലപ്പോൾ ഗ്രാമങ്ങളിലും ഒക്കെ ആയിരിക്കാം. അവരുടെ ജീവിതത്തിൽ പുറത്തുനിന്ന് നിഷ്ഠ ഞങ്ങൾ ജീവിതത്തിൽ ഒറ്റക്കാലിൽ നിൽക്കുക മാത്രമേ ചെയ്യൂ. അങ്ങനെ സ്വാമി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുംഭമേളകളിലൊന്നും ആർക്കും കാണാം, അവിടെ ഉണ്ട്. കാരണം അപ്പൊ അവരൊക്കെ വരിക ഈ ലോറിയിൽ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടാണ്, ഒറ്റക്കാലിൽ തന്നെ. അതൊരു പ്ലാറ്റ്ഫോം പോലുള്ള ഇതിലുണ്ട്, അതിലേക്ക് എല്ലാവരുടെ ശിഷ്യന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്.
അപ്പൊ എത്ര കാലം ഈ രീതിയിൽ ധ്യാനം ചെയ്തവരെ കണ്ടിട്ടുണ്ട്? അവര് 7 കൊല്ലം 8 കൊല്ലം ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകൾ. പിന്നെ ജടയൊക്കെ ആയിട്ട് അത് ഒരു ചെറിയ ഹുക്ക് പോലെ ഇട്ടിട്ട് തൂങ്ങി ഒരു ശിഖര മരത്തിന്റെ ഇതിൽ തൂങ്ങിക്കിടന്ന് മാത്രം ആ യോഗിക് പോസ്റ്റർ സ്വീകരിച്ച് അങ്ങനെ തന്നെ ചെയ്യുന്ന ആളുകൾ. അങ്ങനെയൊക്കെയുള്ള ആള്. അങ്ങ് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടുണ്ടോ? ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടില്ല. ഈ ഹിമാലയത്തിലൊക്കെ ഈ വലിയ മഞ്ഞു ഗുഹകളിലൊക്കെ കഠിനമായ മഞ്ഞിലും അല്ല, അത് നമുക്ക് അതിന്റെ പരിശീലനങ്ങളുണ്ട്. ആർക്കാണെങ്കിലും അത് പരിശീലിക്കാവുന്ന. നമ്മളെ പ്രാണന്റെ ശ്വാസത്തിന്റെ ഒരു ശ്വാസം കൊണ്ടൊക്കെ നമുക്ക് ചൂട് കൂട്ടാം, ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാം ഒക്കെ അതിനുള്ള പരിശീലന പദ്ധതികളുണ്ട്. ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം. കേരളത്തിലൊരു അഗാഢ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ ശാഖ കേരളം കേന്ദ്രമായിട്ട് എന്റെ സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ഥലമൊക്കെ ലഭ്യമാവുന്ന മുറയ്ക്ക് കേരളത്തിലെ അഖാഡയുടെ ശാഖ. ഈ സന്യാസ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ, അതോ സന്യാസികളെ കാണുമ്പോൾ ഒരു ഭക്തി അല്ലാതെ? അല്ല, ഇപ്പോൾ ജൂന അഖാഡയിൽ 10 ലക്ഷം സന്യാസിമാരുണ്ട്. ഇപ്പോൾ ഈ കുംഭമേളയിൽ തന്നെ ഏകദേശം 40,000-ഓളം സന്യാസിമാർ ദീക്ഷ സ്വീകരിച്ചു. അത് കേരളത്തിൽ നിന്ന് എത്രമാത്രം ആൾക്കാർ? കേരളത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 100-ഓളം സന്യാസിമാർ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുണ്ട്. അവരെ ഏത് ഭാഗത്താണ്? അവരൊക്കെ ഉത്തരഭാരതത്തിൽ ഇപ്പോൾ ഉള്ള അഖാഡകളുടെ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സന്യാസ ജീവിതമായിട്ട്. അതെ. ഈ കഠിന തപസ് എന്നുള്ളൊരു പ്രക്രിയ കേട്ടിട്ടുണ്ട്, കഥകളിൽ കേട്ടിട്ടുള്ള. എത്ര വർഷങ്ങൾ ഇങ്ങനെ ഏകാഗ്ര മനസ്സോടെ ഇരുന്ന് അങ്ങനെ തപസ് ചെയ്യുന്നവർ അങ്ങനെയുണ്ട്. എവിടെയാണുള്ളത്? അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. എല്ലാം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണോ ഇത്തരം? അധികം അതായത് അഖാഡകളിൽ എല്ലാവരും ഉത്തരഭാരതത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലും ഒക്കെ സിദ്ധ സമ്പ്രദായത്തിലൊക്കെ പെട്ട യോഗികളും തപസ്വികളും ഒക്കെ ഉണ്ട്. അവരവരുടെ തപസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഏകാഗ്രമായ സന്യാസിനിടെ പോലും നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങൾ ചിലപ്പോൾ വന്നുകൂടുകയില്ല. ഉദാഹരണം, ഒരു സാങ്കേതിക വിദ്യ AI വന്നിരിക്കുന്നു. ആ AI-യുടെ ഒരു രൂപത്തില് സന്യാസിയെ ഇപ്പൊ സ്വാമിയെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ഈ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സ്വാമി ആനന്ദവനം ഭാരതി ഒരു വീഡിയോ വരുന്നു സ്വാമി സംസാരിക്കുന്നതായിട്ട്. ഇത്തരം തപസ്സിനെ ശ്രദ്ധ മാറ്റുന്ന പല ഘടകങ്ങളും ഉണ്ടല്ലോ. അത്തരം വരുമ്പോ എങ്ങനെയാണ് അതിൽ? അല്ല, ഒന്ന് തപസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനയിൽ ഇരിക്കുന്ന സമയത്തൊന്നും ഇത്തരം സങ്കേതങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം തപസ് ചെയ്യുന്ന സ്ഥലത്തൊന്നും അല്ല, നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ യാത്ര ചെയ്യുമ്പോഴും പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോഴും ഒന്നും നമ്മൾ മൊബൈലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ പറഞ്ഞത്. കാണുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം സ്വാമിയുടെ തന്നെയാണ് AI വഴിയുള്ള പ്രഭാഷണം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ. അപ്പൊ എന്ത് ചെയ്യും? അല്ല, അതിൽ നമുക്കൊന്ന് ലോകം എന്ത് പറയുന്നു എന്നുള്ളത് സന്യാസിയുടെ വിഷയമേ അല്ല. നിങ്ങൾ നല്ലത് പറഞ്ഞാലും കൊള്ളാം, ചീത്ത പറഞ്ഞാലും കൊള്ളാം, നിങ്ങൾ നല്ലത് മനസ്സിലാക്കിയാലും കൊള്ളാം, ചീത്ത മനസ്സിലാക്കിയാലും കൊള്ളാം, ലോകം എന്ത് പറയുന്നു എന്നുള്ളത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അല്ല, സ്വാമിക്ക് വിഷയമാകുന്നില്ല, സ്വാമിയെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചറിയും. പണ്ട് ഈ അടുത്ത കാലം വരെ AI എന്നുള്ളൊരു ഉപയോഗത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇത്തരം ഒരു ഉപദ്രവം ഇല്ലായിരുന്നു. ഇപ്പൊ ഇത്തരം അടുത്ത കാലത്ത് ഇത് വലിയൊരു ഗുണത്തെക്കാളേറെ ഉപദ്രവമായിട്ട് വ്യാജ വീഡിയോകൾ നിർമ്മിച്ചു വന്നുകൊണ്ടിരിക്കും. വ്യാജ വീഡിയോകളൊന്നും മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വേറൊരു തരത്തിലുള്ള സ്വഭാവം കൊണ്ട് ഈ സ്പർദ്ധ കൂടി വരുന്നൊരു സംഗതിയുണ്ട്. ഇപ്പൊ ഏതൊരു കാര്യത്തിനകത്താണെന്നുണ്ടെങ്കിലും അതിന് എതിരായ ഒരു കാര്യത്തിൽ വരുന്ന റിയാക്ഷനുകൾ. ഇപ്പോൾ ഒരു നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സന്യാസിയുടെ എന്തെങ്കിലും ഒരു മറ്റേ ശരീരം വിടുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയെന്നോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിടയിൽ ചിരിച്ചുകൊണ്ടുള്ള സ്മൈലികളും അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിരന്തരമായിട്ട് കാണും. ഏതെങ്കിലും ഒരു സന്യാസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധർമ്മത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു നമ്മൾ പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് നമ്മുടെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ വളരെ സ്വകാര്യമായ സാധനമൊക്കെ ഒതുക്കി വച്ചിരിക്കുന്നത് പോലും പുറത്ത് വളരെ ഇതായിട്ട് പറയുക. പിന്നെ ഇപ്പോൾ പല സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ താഴെ വരുന്ന ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ എത്രത്തോളം ഒരു അതായത് മനസ്സിൻ്റെ അധമത്വത്തെ മുഴുവൻ വലിച്ച് പുറത്തേക്ക് ഇടുന്ന രീതിയിൽ അത് പുറത്തു വിട്ടുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പ്രസരിക്കുകയാണല്ലോ. ആ രീതിയിൽ വരുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മളെന്ത് കണ്ടാലും കാണുന്ന ആളുകളുടെയും കൂടി യുക്തിയാണ് അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന്. ഇപ്പം AI അല്ലാതെ തന്നെ ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് കാഴ്ചക്കാരൻ്റെ യുക്തിയും വിവേകവുമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യേണ്ട കാര്യമല്ല. അല്ല, ഞാൻ ചോദിച്ചത് സ്വാമിയെ പോലെ തന്നെ എൻ്റെ മുന്നിൽ ഒരു പ്രതിരൂപം സംസാരിക്കുകയാണ്. അപ്പൊ സ്വാമിയാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് മാർഗമില്ല.
ആ സാഹചര്യമാണ്. അല്ല, അത് രണ്ട് കാര്യമാണുള്ളത്. അതിലൊക്കെ നമ്മുടെ യുക്തിയും വിവേകവും ആര് സംസാരിച്ചാലും ആ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്ന എടുത്താൽ മതി. അവിടെ ആര് എന്നുള്ളത് പ്രസക്തമേ അല്ല. നിങ്ങൾക്ക് AI ആയിട്ടാണ് തോന്നുന്ന ആള് ഗുണമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എടുത്തോളൂ, ഗുണമില്ലാത്തുള്ളതാണെന്നുണ്ടെങ്കിൽ തള്ളിക്കളയുക. ഈ ഒരു യുക്തിയും വിവേകവും ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ പല കാര്യത്തിലും നമ്മൾ പറയാറുണ്ട്, പറ്റിക്കപ്പെടാൻ ഇഷ്ടം പോലെ തയ്യാറായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറ്റിക്കാനും ആരെങ്കിലും വേണ്ടേ? അവരവരുടെ ജോലി ചെയ്യും. സ്വാമിയെ കേൾക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഏത് വിലാസത്തിൽ ബന്ധപ്പെടണം, ഏത് ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം, ഏത് ഇമെയിലിൽ ബന്ധപ്പെടണം? srijuna.aghada@gmail.com എന്നുള്ളതാണ് ഇമെയിൽ ID. ഇമെയിൽ IDയിൽ ബന്ധപ്പെടാം. 9464181226 എന്നുള്ളതാണ് അഖാഡയുടെ മൊബൈൽ നമ്പർ. അഖാഡയുടെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. തപാലിലൊരു അയക്കണമെങ്കിൽ കാളികാപീഠം ശ്രീ ജൂന അഖാഡ, നമ്മുടെ ഓഫീസ്, അഖാഡയുടെ ശാഖയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ, കേരളത്തിലാണെങ്കിൽ തിരുവല്ലാമല ഐവർമട ശ്മശാനത്തിലാണ്. കൊട്ടാരക്കര അവധൂത ആശ്രമത്തിലാണ് ഞാനിരിക്കുന്നത്. യാത്രകളില്ലാത്ത ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത്. വാരണാസിയാണ് അഖാഡയുടെ ആസ്ഥാനം. ജൂന അഖാഡ വാരണാസി എന്ന ബഡാ ഹനുമാൻഘാട്ട് വാരണാസിയാണ്. വിലാസത്തിലും നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ സ്വാമിക്ക് ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ചുമതല ഏറ്റ സ്ഥിതിക്ക് ഇനിയുള്ള വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ? അതായത് അഖാഡയിലെ ധർമ്മപ്രചരണവും ധർമ്മ സംരക്ഷണവുമാണ് നമ്മൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കേരളം കേന്ദ്രമാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ഇവിടെ ഉള്ള ആചാര്യന്മാരെ, വിവിധ മഠങ്ങളിലുള്ള സന്യാസിമാരെ, ധർമ്മസ്ഥാപനങ്ങളെ, ഇവരെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ടും അവരുടെ മുൻകൈയിലും സമാജത്തെ ധാർമ്മികമായി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ചെറുപ്പകാലം തൊട്ട്, കുട്ടികളുടെ ഇത് തൊട്ട് പ്രായമായവർ വരെ ഇന്ന് നിരവധി തരത്തിലുള്ള സംഘർഷങ്ങളിലാണ്. മാനസികമായിട്ടും മറ്റ് അവരുടെ സ്ട്രെസ്, അങ്ങനെ പല പേരുകളിൽ വിളിക്കുന്ന പല ആവശ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പൊതുവിൽ എല്ലാവരും സുഖമാണെന്നൊന്നും പറയുന്നതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള അവസ്ഥ. എല്ലാവർക്കും പല ആവശ്യങ്ങളിലും പലരിലും നിസ്സഹായരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സമാജത്തിൻ്റേതായിട്ടുള്ളൊരു സപ്പോർട്ട്, സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇന്ന് ആവശ്യമുള്ളതാണ് ഓരോ ഇൻഡിവിജ്വലും. പല കാരണങ്ങൾ കൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഓരോ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഏത് സമാജവും ശക്തമാവണമെങ്കിൽ സമ്പത്തും അധികാരവും വേണം. അപ്പം അങ്ങനെ സമാജത്തിൻ്റേതായിട്ടുള്ള വ്യവസായങ്ങൾ, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള പദവികളിൽ, അധികാര സ്ഥാനങ്ങളിലൊക്കെ ധർമ്മനിഷ്ഠയുള്ള ആളുകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഖാഡയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണ. എല്ലാ സന്യാസിയുടെയും ഭിക്ഷ, ദക്ഷിണ, സംഭാവനകൾ കിട്ടുന്നതാണ്. ഭിക്ഷയും ദക്ഷിണയും. ഭിക്ഷ തരും, ദക്ഷിണയും തരും. അപ്പൊ ഇനി ഈ യാത്ര, ഈ കേരളത്തിൽ നിന്ന് ഇനിയും ഉത്തരേന്ത്യയിലേക്കുള്ള യാത്രകൾ ഏതെങ്കിലും ഒരു സീസണിലാണോ അതോ തുടർച്ചയായിട്ട് കേരളത്തിൽ തന്നെ? കേരളത്തിലാണ് അധികവും ഉണ്ടാവുക. പിന്നെ അഖാഡയുടെ മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മൊത്തം അഖാഡയുടെ മഹാമണ്ഡലേശ്വരാണ്. അഖാഡയുടെ ചടങ്ങ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകണം, ചെല്ലണം. ഈ സന്യാസിമാരെ സംയോജിപ്പിക്കുകയും അത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ധാരാളം സന്യാസി വൃന്ദങ്ങളുള്ള ഒരു നാടാണ് കേരളം. ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദയയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ സമൂഹത്തിൽ ഇത്രയൊക്കെ സന്യാസി സമൂഹമൊക്കെ ഉണ്ടായിട്ട് കാണുന്നത് എന്നും അക്രമവും അതിക്രമവും അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയധികം ആൾക്കാർ ഉപദേശം നൽകിയിട്ട് ഈ സമൂഹം നേരെ പോകുന്നില്ല? അല്ല, അത് കൗരവർ 101 പേരും പാണ്ഡവർ 5 പേരും. ധർമ്മത്തിന്റെ പക്ഷത്തുള്ള ആളുകൾ എപ്പോഴും വളരെ ചുരുക്കമാണ്. ഇപ്പൊ കേരളത്തിലെ മുഴുവൻ സന്യാസിമാരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 പേരുണ്ടാവും. കേരളത്തിലെ മുഴുവൻ സന്യാസിമാരെ നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ എത്ര പേരുണ്ടാവും? അധർമ്മികൾ എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എത്ര പേരുണ്ടാവും? കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ടാവും? കേരളത്തിലെ BJPക്കാർ എത്ര പേരുണ്ടാവും? കേരളത്തിലെ മുസ്ലിം ലീഗുകാർ എത്ര പേരുണ്ടാവും? ഇന്ത്യക്ക് നേതൃത്വത്തിലുള്ള ആളുകൾ എത്ര പേരുണ്ടാവും? അപ്പോൾ അത് 200 സന്യാസിമാർ മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കിയെല്ലാം സമാജത്തിലെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകളാണല്ലോ. അപ്പം അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും വലിയൊരു കൂട്ടത്തോട് വേണം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കാര്യങ്ങളോട് വേണം ഈ 200 വരുന്ന സന്യാസിമാർ. ഒരു സന്യാസിക്ക് ഒരു ദിവസം എത്ര പേരെ കാണാൻ പറ്റും? അല്ല, പാണ്ഡവപക്ഷത്ത് എല്ലാ നീതിയും കൗരവര് അനീതിയുടെ ഒരു ഭാഗം മാത്രമായി എപ്പോഴും ചിത്രീകരിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ അവസാന കാലത്ത് ദ്വാരകയിലെ മക്കളെയും ചെറുമക്കളെയും സഹോദരനെ അടക്കം ആക്രമിച്ച് കൊല്ലേണ്ടി വന്നൊരു ശ്രീകൃഷ്ണൻ കൊന്നില്ല, അവർ പരസ്പരം തമ്മിൽ തല്ലി. അത് തന്നെ ധർമ്മ സംസ്ഥാപനാർത്ഥം വീണ്ടെടുത്ത ഒരാൾ വരുന്ന കാലയളവിൽ സാധാരണ മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചല്ലോ. അല്ല, അതായത് പ്രപഞ്ചനീതിക്ക് ഒരു അവതാരവും എതിരല്ല. പ്രപഞ്ചനീതി നശിക്കേണ്ട സാധനങ്ങൾ നശിച്ചു തന്നെ പോകും. അവിടെ കൗരവർ ജയിക്കുകയും പാണ്ഡവർ തോൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത്.
കൗരവർ ജയിക്കുകയും പാണ്ഡവർ തോൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പാണ്ഡവരും മരിക്കും, മഹാപ്രസ്ഥാനം ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ധർമ്മം ക്ഷയിക്കും. അത് പ്രപഞ്ചഗതിയാണ്. എല്ലാ ക്ഷേത്രം എന്ന ശരീരത്തെയും ഭൂമിയെയും ഒക്കെ പറയുന്നതിൽ ഈശ്വരീയമായ ഒരു സാന്നിധ്യമുള്ള സ്ഥലം എന്നുള്ളതോടൊപ്പം തന്നെ നാളെ നശിക്കുന്നതുമാണ്. അതെന്താണെങ്കിലും നശിക്കും, ഉണ്ടായെല്ലാം നശിക്കും. അതൊരു ചാക്രിയമായ ഒരു ക്രിയ എന്നുള്ളത് കവിഞ്ഞ് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കേരളത്തിൽ വീണ്ടും ഒരു നല്ല കാലത്തേക്ക് തിരിച്ചു വരികയും? അല്ല, തീർച്ചയായിട്ടും. അതായത് ഇത് ഒരു സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് അത് പ്രപഞ്ചധർമ്മമാണ്. നമ്മളിപ്പോൾ ഭാരതത്തിലെ ഒരു സംസ്കൃതി ഓരോ അനുഷ്ഠാനങ്ങളായി ചിട്ടപ്പെടുത്തിയത് മുഴുവൻ ആരോഗ്യകരമായ മാനസിക ശാരീരിക അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിട്ടകളാണ്. രാവിലെ എണീക്കണം എന്ന് പറഞ്ഞത്, എണീറ്റുടനെ കുളിക്കണം എന്ന് പറഞ്ഞത്, പാകം ചെയ്ത ഭക്ഷണം ഒരു 3 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞത്, വീണ്ടും ചൂടാക്കി കഴിക്കരുതെന്ന് പറഞ്ഞത്, ഇന്ന സമയങ്ങളിൽ ഇന്ന കാര്യങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ആചാരമായിട്ടും നിഷ്ഠയായിട്ടും അച്ഛനെയും അമ്മയെ സ്മരിക്കണം എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരു ആരോഗ്യകരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ജീവിതത്തിന്, ആ ജീവിതത്തിൽ കൂടെ അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണിത് പറയുന്നത്. ജപം പോലും നിങ്ങളുടെ ശ്വാസത്തെ ക്രമീകരിക്കുകയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കുറച്ച് നേരമെങ്കിലും, നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ പല തിരക്കിട്ട് ഓടും, അല്ലെങ്കിൽ പല സ്ട്രെസ്സുകളിൽ പെടും, അതിൽ നിന്നൊക്കെ മാറി നിന്ന് നിങ്ങളൊരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എല്ലാം, അല്ലാതെ ഇതൊന്നും മറ്റൊരാളെ കൊന്ന് സ്വർഗത്തിൽ പോയിട്ട് ഹൂറികളെ കിട്ടാനല്ല ഇവിടെ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത്. അവനവന് ഉന്നതി ഉണ്ടാക്കാനും നന്മ ഉണ്ടാക്കാനും, അങ്ങനെ സമാജത്തിന് ഉന്നതി ഉണ്ടാക്കാനും നന്മ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെയൊക്കെ അനുഷ്ഠാനങ്ങളായിട്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും ആചരിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഉപദേശിച്ചു എന്നുള്ളത് മാത്രം. മഹാമണ്ഡലേശ്വർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അമ്മയെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കൊരു ദിവസം പോയിരുന്നു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഇത്തരം ഒരു അമ്മ ലോകത്ത് അങ്ങനെ ഒരു കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും ഇടപെടുന്നതാണൊന്നുമല്ല. അമ്മ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അമ്മ അങ്ങനെ അഭിസംബോധന പണ്ടും ചെയ്യാറില്ല, എപ്പോഴും ചെയ്യാറില്ല. എന്നാലും സലിൽ എന്ന് അമ്മ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കാൻ സ്വാമിക്ക് പറ്റില്ലല്ലോ. എന്ത് വിളിച്ചാലും അത് എന്താ വിളിക്കണേന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്നെ അന്ന് മനസ്സിലാവുന്ന എന്തും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആര് വിളിച്ചാലും ഇതൊക്കെ ഒരു വ്യവഹാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പേര് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ വിളിക്കുന്ന ആളുടെ ഒരു തലവും അവരുടേതായിട്ടുള്ളൊരു രീതിയുമാണ്. ഈ സന്യാസിലൊക്കെ പോകുന്നതിന് മുമ്പ് ബാല്യകാലത്ത് എന്തായാലും ഒരു പ്രാർത്ഥന നടന്നു കാണും. അമ്മയോടൊപ്പം വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ബാല്യം ഉണ്ടാവില്ല. അന്ന് ചൊല്ലിക്കേട്ട ഏതെങ്കിലും കീർത്തനോ ശ്ലോകമോ ഓർമ്മയിലുണ്ട്? അല്ല, അന്ന് നാമം ജപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമശിവായ, ഹരേ രാമ ഹരേ കൃഷ്ണ, അതാണ് നാമം ജപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, അങ്ങനെയൊക്കെയുള്ള നാമം ജപിക്കുക എന്നുള്ളതാണ്. ഇന്നും ആ പ്രാർത്ഥന തുടരുന്നുണ്ട്? എപ്പോഴും ജപം എപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്.